മുസ്ലിങ്ങളുമായിട്ടല്ല സംഘടന, ഹിന്ദുക്കളുമായിട്ടല്ല. നമ്മൾ സംഘടന നടത്തുന്നത് ഇസ്ലാമുമായിട്ടാണ്. അതൊരു ടോക്സിക് സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. നോട്ട് വിത്ത് മുസ്ലിംസ്. ഒരു മുസ്ലിമിന് നാളെ എക്സ് മുസ്ലിം ആകാം, അവന് നാളെ ഹിന്ദു ആകാം, അവന് നാളെ എത്തിസ്റ്റ് ആകാം. അവൻ പ്രധാനമാണ്. എപ്പോഴെങ്കിലും മരണത്തെ ചില സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറയും. സ്വന്തം മരണമൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും? രോഗങ്ങളില്ലാത്ത ജീവിതം, വേദനയില്ലാത്ത മരണം. ഇതിന് സയൻസിനാണ് നമ്മളെ ഏറ്റവും അധികം സഹായിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ SFI കാരനായിട്ടില്ല, നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ഇതാക്കാം. സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും നേരം നമ്മളോട് ഇരുന്ന് പരിപാടികൾ കേട്ട് പരിപാടിക്ക് എത്തിയ എല്ലാവർക്കും നന്ദി. ഞാൻ 2016 എസൻസിന്റെ ഒരു ഔദ്യോഗികമായി നമ്മളെ വിളിച്ചൊരു പരിപാടിയിലേക്ക് എത്തി പ്രഭാഷണം ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു 6-8 വർഷം ആയിട്ടുണ്ടാവും. സാറിനോടൊരു ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സംഭവിച്ചു. എനിക്ക് ആദ്യത്തെ ചോദ്യം മാഷിൻ്റെ അടുത്തുള്ളത്, നമ്മൾ ഒരുപാട് സയൻസ് മുന്നേറുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ, പ്രേതം, യക്ഷി, ചാത്തൻ, മറുതയൊക്കെ വിശ്വസിച്ച് വന്നിരുന്ന ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നു. സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ചാനൽ നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, KSEB എന്ന് മുതൽ പോസ്റ്റുകളിട്ട് ലൈറ്റുകൾ വന്നു, അന്ന് മുതൽ പ്രേതവും ചാത്തനും യക്ഷിയൊക്കെ മാറി. പക്ഷേ അതിൻ്റെ ആധുനിക രീതിയിലുള്ള ഫോമുകളിൽ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ വിശ്വസിച്ച് വരികയാണ്. മതമായിക്കോട്ടെ, മതപുരോഹിതന്മാരായിക്കോട്ടെ, ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും അതിൻ്റെ സാധ്യതകൾ, സയൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് അവർ വളർന്നു വരികയാണ്. അപ്പം എല്ലാ കാലഘട്ടങ്ങളിലും ഇവരെ ഫോളോ ചെയ്യാൻ ഒരുപാട് ജനങ്ങളുമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഇവർക്ക് മടുത്തില്ലേ എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കാണ് മതിയാകാത്തത്? അതായത് കൊള്ളയടിക്കുന്നവനാണോ അതോ കൊള്ളയടിക്കാൻ നിന്നു കൊടുക്കുന്നവർക്കാണോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഇങ്ങനെ ഒരു വളരെ വിജയകരമായ ഉജ്ജ്വലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എനിക്ക് അവസരം തരികയും ചെയ്ത എസൻസ് ഗ്ലോബൽ തൃശ്ശൂർ അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഉച്ച കഴിഞ്ഞും കാത്തിരിക്കുന്ന ഈ സമൃദ്ധമായ ഓഡിയൻസ്. ചോദിച്ച ചോദ്യം ആർക്കാണ് മതിയാകാത്തതെന്നാണ്. നമ്മുടെ പരിപാടിയുടെ പേരും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഇത് ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്. ബേസിക്കലി നമ്മൾ ഈ മദ്യഷാപ്പ് തുറന്നു നോക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. മദ്യം കഴിക്കാൻ പോകുന്നവർക്കും ഇത് നടത്തുന്നവർക്കും. ഈ രണ്ട് കൂട്ടരും ഈ പറഞ്ഞോണം കൊടി താഴെ വെക്കാറില്ല. കാരണം രണ്ടുപേർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് രണ്ടുപേർക്കും മതിയാകാത്തത്. വിശ്വാസിയുടെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമുക്ക് ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ സെറിബ്രലായിട്ട് തന്നെ വിശ്വാസത്തിന് അനുകൂലമായൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ഓണായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മൾ ഒന്നിനെ പുറകെ മറ്റൊന്നായിട്ട് പോകും. ഇപ്പോൾ KSEB യക്ഷിയെ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം മാത്രമേ ഡിസേബിൾ ആവുന്നുള്ളൂ. ബാക്കി എല്ലാ ഐക്കണും ഓണാണ്. പുതിയ ഐക്കണുകൾ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഒരു സെറിബ്രലായിട്ടും ജനറ്റിക്കായിട്ടുള്ള ഒരു ടെൻഡൻസി. ഇപ്പോൾ ഉദാഹരണമായിട്ടത് സെക്സിനോടൊന്നും ഞാൻ താരതമ്യപ്പെടുത്തുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള മെൻ്റൽ സ്റ്റാൻസുകളുണ്ടല്ലോ. അതേപോലെ ഏതാണ്ടൊരു മസ്തിഷ്ക പ്രവണത വിശ്വാസത്തെ അനുകൂലിക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് മതിയാകാത്തത്. ഇത് വിറ്റ് ജീവിക്കുന്നവർ എന്ന് പറയുന്നവർ, അവരെ സംബന്ധിച്ച് ഇറ്റ്സ് ഹൈലി ബെനിഫിഷ്യലാണ്. അവർ മറ്റൊരു ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ ഒന്നുമില്ലാതെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഒരു സർജറി, ട്യൂമർ സർജറിക്ക് ചിലപ്പം 6 മാസം വേണ്ടി വരും. അതേസമയം ഒരു ബാധയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമൊക്കെ ഒഴിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സോ ഇറ്റ്സ് മ്യൂച്വലി ബെനിഫിഷ്യൽ ടു ബോത്ത് പാർട്ടീസ്. ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, അതായത് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ലൈഫിലേക്ക് ലഭിക്കുമ്പോൾ ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴാണല്ലോ നമുക്ക് ആശ്രയിക്കാൻ ഒരു തോള് വേണം എന്ന് തോന്നുക. ഇപ്പോൾ രോഗം വരുന്നു, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കിട്ടുന്നു, ആശ്രയിക്കാനുള്ളതെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ആവുന്ന ഒരു സിറ്റുവേഷനിൽ
ഒരു പരിധി വരെയെങ്കിലും ഇത്തരത്തിൽ ഈ കൊള്ളയടിക്കപ്പെടാൻ ആളുകൾ നിന്ന് കൊടുക്കുന്ന സിറ്റുവേഷൻ മാറുമോ? ഇത് പലപ്പോഴും എന്താണ് ഈ ഫെയിൻഡ് ഇഗ്നറൻസ്, റിയൽ ഇഗ്നറൻസ് എന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിവില്ലായ്മ, മറ്റൊന്ന് നിങ്ങൾ അറിവില്ലെന്ന് അഭിനയിക്കുന്നു. തിരിച്ചതുപോലെ തന്നെ ഫെയിൻ നോളജ് ഉണ്ട്, ഈ അതിന് ഡിസിമുലേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അറിയാമെന്ന് പറയുന്നു. ഇപ്പം ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ബലഹീനത, നമ്മൾ നിരാശ്രയം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസ്ഥ അല്ല ഉള്ളത്. അങ്ങനെ ഒരു അവസ്ഥ സങ്കല്പിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാല്, ഇപ്പോൾ ഞാൻ കരുതുന്നു എൻ്റെ കാലിന് കുഴപ്പമില്ല, എനിക്ക് ഇറങ്ങി നടക്കാം, എന്നാൽ എൻ്റെ ഒരു കാലിന് കുഴപ്പമുണ്ട്, അത് മടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഊന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ ഒരു ഊന്നുവടി ആവശ്യപ്പെടും. അപ്പം ഞാനങ്ങനെ സങ്കല്പിച്ച് കൂടുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ കാലിന് കുഴപ്പമില്ല. ഈ വിശ്വാസികളെ സംബന്ധിച്ചോളം ബേസിക്കലി അവരങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആ ചിന്തയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത്. അല്ലെ അതിനെ എൻ്റെ റൂട്ട് മാറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇവർ പറയുന്നോണം നിരാശ്രയരോ ഹെൽപ്ലെസ്സോ ഒന്നും അല്ലേ ഇവർ. പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻസ് ഇവരുടെ പ്രശ്നങ്ങൾ പോലെ തന്നെ ഡെല്യൂസീവാണ്, ഈക്വലി ഡെല്യൂസീവ്. അവരുടെ പ്രശ്നങ്ങളും വിഭ്രാന്തിയാണ്, അവരുടെ പരിഹാരങ്ങളും വിഭ്രാന്തിയാണ്. കഴിഞ്ഞ തവണ പാലക്കാട് പരിപാടിക്ക് പോകുന്ന സമയത്ത് സാറ് വളരെ വാചാലനായി US അനുഭവങ്ങളൊക്കെ പറയുകയുണ്ടായി. ഡ്രൈവിംഗ് അനുഭവങ്ങൾ, അവിടുത്തെ ആളുകളുടെ മാറ്റങ്ങൾ, അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചൊക്കെ. പലപ്പോഴും നമ്മൾ അമേരിക്ക എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഭയങ്കര രസകരം, അമേരിക്കയിൽ പോകണം എന്നൊക്കെ നമ്മൾ തമാശ മുതലേ പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ നല്ലൊരു കാര്യം അറിയാം, ഏതെങ്കിലും ഒരു പുരോഗമനപരമായ ഒരു നടപടി വരുന്നു, ആരെങ്കിലുമൊക്കെ അതിനെ എതിർക്കുന്നു. മൊബൈൽ വരുന്നു എതിർക്കുന്നു, ടവർ വരുന്നു എതിർക്കുന്നു, ട്രാക്ടർ വരുന്നു എതിർക്കുന്നു, മെട്രോ വരുന്നു എതിർക്കുന്നു. കുറേ നാൾ കഴിയുമ്പം ഇതെല്ലാം വന്ന് ബെനഫിറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് 10 വർഷം മുൻപ് എതിർത്തത് തെറ്റാണെന്ന് എതിർത്ത ആളുകൾ സമ്മതിക്കുന്നു. അതായത് നമ്മളൊരു 10-20 വർഷങ്ങൾക്ക് പുറകിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ മറ്റുള്ള വിദേശ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഒരുപാട് വർഷങ്ങൾ മുന്നെയാണ് പോകുന്നതെന്ന് സാർ അന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ എത്ര നാൾ അവരെ നോക്കി നിന്ന് മതിയാകാറായി നമുക്ക്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു താരതമ്യം എപ്പോഴും ചെയ്തിട്ടുണ്ടോ? അതെ, ഇതിനകത്ത് ഈ കാലം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് 19-ാം നൂറ്റാണ്ടിൽ പൈലറ്റുമാരുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ വിമാനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. 20-ാം നൂറ്റാണ്ടാകുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് പൈലറ്റുമാരുണ്ടാകുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നവർക്കും ഇതേ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ശേഷിയുണ്ട്, പക്ഷെ അവസരം ഉണ്ടായിരുന്നില്ല. ശേഷിയുണ്ട്, എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ചില ഇരുണ്ട യുഗങ്ങളിൽ ജീവിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. യൂറോപ്പിൻ്റെയൊക്കെ സമയത്ത് കുറേ കാലഘട്ടം ഡാർക്ക് ഏജസ് ആണ്. അന്ന് വിജ്ഞാനവും അന്വേഷണവും ഒക്കെ തടസ്സപ്പെട്ടു എന്ന് പറയുന്നത്. അതേപോലെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളം, ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ പൊതുധാരയിൽ ലോകം ഇന്ന് എത്തിച്ചേർന്ന ഒരവസ്ഥ. ലോകം എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും അവിടെ പോയിട്ടുമില്ല, മിക്ക മനുഷ്യർക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല. പക്ഷെ മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബാർ വെച്ച് ഇതിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടുപോകുന്നത്. ഒരുപാട് നഷ്ടത്തിൽ നമ്മൾക്ക് ഒരുപക്ഷെ കുറേ കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ബെനിഫിറ്റഡ് ആവുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോഡി ഷേമിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ കാഴ്ചശക്തി ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുത്തുന്നു, ശ്രവണശേഷി ഇല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുന്നു. അതേപോലെ നമുക്ക് ഇന്നത്തെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് മനുഷ്യൻ എത്തിച്ചേർന്ന പല സൗകര്യങ്ങളും പല നേട്ടങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതൊരു ദുരന്തമാണ്, അതൊരു ട്രാജഡിയാണ്. ഈ ട്രാജഡി അല്ലെങ്കിൽ അതൊരു കോമഡിയാണ്. ഒരു താരതമ്യം ചെയ്യുമ്പോൾ വളരെ അവരൊരുപാട് മുന്നേറിയതായിട്ട് സാറെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ നമുക്കൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെ തോന്നി എന്തെങ്കിലും 1-2 അനുഭവം? ഞാൻ ഭൗതികമായിട്ടുള്ള മുന്നേറ്റം പറയുന്നത്. അതെല്ലാം ശരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് റോഡുകളില്ല, വാഹനങ്ങളുണ്ട്. വാഹനങ്ങൾ പുതുതായിട്ട് വിൽക്കുന്നുണ്ട്. വിൽപ്പന ടാറ്റ ഇത്ര വർഷം കൂടുതൽ വിറ്റു എന്ന് പറയുന്നു, അടുത്ത അല്ലെങ്കിൽ ഹൈയുണ്ടായി വിറ്റു എന്ന് പറയുന്നു. പക്ഷേ ഇത് എവിടെ കൊണ്ടിട്ട് ഓടിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള സാംസ്കാരികപരമായ നിയമത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, നമ്മളൊരു പൗരൻ എന്ന നിലയിൽ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ റോഡുകളിലാണ്. നമ്മുടെ റോഡുകളിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഈ ഹോണടി ആയാലും തന്തക്കുളി ആയാലും പിന്നെ സൈഡ് കൊടുക്കുന്ന ഓവർടേക്കിംഗ് ആയാലും ക്യൂ ഒരിക്കലും പാലിക്കാൻ നമുക്ക് താല്പര്യമില്ല. ക്യൂ ഫ്ലൗട്ട് ചെയ്ത് നേരത്തെ മുന്നോട്ട് പോകുന്നു, അങ്ങനെ എതിർവശത്ത് നിന്ന് വണ്ടി വരുന്നു, ബ്ലോക്ക് ആവുന്നു. ഇത് നോക്കുമ്പോൾ നമ്മളുടെ ഭരണഘടന, നമ്മൾ അറിയുന്ന ലോകത്തെ പ്രധാനപ്പെട്ട പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിയമം പാലിക്കുക എന്ന് പറയുന്നത് അവസാനത്തെ ചോയ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ
വേറെ എല്ലാം നോക്കിയിട്ടേ ഇത് അവസാന നിയമം പാലിക്കുക, എന്നാൽ ഞാൻ കീഴടങ്ങുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാനസികമായിട്ട് നമ്മളൊരുപാട്, അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് നമ്മളൊരുപാട് ഇനി മുന്നേറാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ റോഡിലെ നമ്മളുടെ പെരുമാറ്റം. ഇനി റോഡില്ല എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു പിന്നാക്കാവസ്ഥ. അമേരിക്കയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ, ഞാൻ പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട്, എന്നാലും ടെക്സസിൽ ഞാനൊരു റോഡ് കണ്ടത്, ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന റോഡ് തന്നെ 13 ലൈനുണ്ട്. അപ്പോൾ എതിരെ വരുന്നത് 13 ലൈൻ, പിന്നെ അപ്പുറം ഇപ്പുറം പോക്കറ്റ് റോഡ്, സർവീസ് റോഡ്, ഇതെല്ലാം കൂടെ ഒരു എന്താ പറയുക നല്ലൊരു സംഗതി ഉണ്ടാവും. അതിലൊരു പോക്കറ്റ് റോഡിൻ്റെ അത്രേ ഉള്ളൂ നമ്മുടെ MC റോഡ് ബേസിക്കലി. എന്നുവെച്ചാൽ അത് വലിയ കാര്യമാണ്, അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഭൗതികമായ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ സാർ, കഴിഞ്ഞ ദിവസമല്ല, എക്സാക്ട്ലി ഇന്നലെ മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ ഒരു ഭോജ്ശാല എന്ന് പറഞ്ഞ ക്ഷേത്രം, അതിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ കുറച്ച് എന്താ പറയുക എക്സവേഷൻസ് ഒക്കെ നടത്തി. ഏകദേശം ഒരു 79ഓളം വിഗ്രഹങ്ങൾ കണ്ടെത്തി. 1200-ലധികം തകർന്ന ശില്പങ്ങളും അതും ഇതൊക്കെ കണ്ടെത്തി. എന്തിനായിരുന്നു ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു മസ്ജിദാണ് ഇപ്പോൾ ഉള്ളത്, കമൽ മൗല മസ്ജിദ് എന്നാണ് പറയുന്നത്. ആ മസ്ജിദിന് മുൻപ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് അവിടുത്തെ ഒരു ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടന ആരോപിക്കുന്നു. അവർ കോടതിയുടെ അടുത്തെത്തുന്നു, കോടതി സർവേ നടത്താനായിട്ടുള്ള ഇത് കൊടുക്കുന്നു. ഇപ്പം ആ സർവേ സത്യമല്ല, അതിനെതിരെ അവിടുത്തെ മുസ്ലിം സംഘടനകൾ, ഇസ്ലാം സംഘടനകൾ മുന്നോട്ട് വരുന്നു. സ്വാഭാവികമായും ഒരു ക്ഷേത്രം അടുത്തൊരു പ്രശ്നത്തിലേക്ക് അത് വഴിവെക്കുകയാണ്. നമുക്കറിയാം ഗ്യാൻവാ ക്ഷേത്രത്തിൻ്റെ ഇഷ്യൂസ് നമുക്കറിയാം, ബാബറി മസ്ജിദ് അറിയാം. അതിൽ ഓരോരുത്തരും അവർക്ക് വേണ്ടുന്ന ഉത്തരം കിട്ടുന്നവരെ കുഴിക്കാറുള്ളൂ. അവർക്ക് മതിയായില്ലേ ഈ പ്രീണനം എന്നുള്ളതാണ്. കുഴിച്ച് മതിയായില്ലേ എന്ന് ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഈ കുഴിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ രണ്ട് രീതി വരും. ഒന്ന് കുഴിക്കുക, ഒന്ന് കുഴിക്കാതിരിക്കുക. ഇപ്പോൾ കുഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ 2007 ഞാൻ ആദമൻ്റെ പാലവും രാമൻ്റെ സേതു എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അവിടെ ഈ രാമസേതു എന്ന് പറയുന്ന കുറച്ച് പവിഴപ്പുറ്റുകൾ, അത് രാമസേതു എന്നാണ് വിളിക്കുന്നത്, ഫോറിനേഴ്സ് അതിനെ വിളിക്കുന്നത് ആഡംസ് ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ ആ പവിഴപ്പുറ്റുകൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ ഒരു കപ്പൽ പാത ഉണ്ടാവും. അത് ഇന്ത്യക്ക് വളരെ നേട്ടമാണ്, ഈ കൊളംബോയ്ക്കൊക്കെ ഭയങ്കര ബിസിനസ് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിനെതിരെ ആണ് അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് DMK ഗവൺമെൻറ്റാണ് തമിഴ്നാട്ടിൽ. അപ്പം BJP ആദ്യമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇത് രാമൻ്റെ ശിലകളാണ്, രാമൻ ഉണ്ടാക്കിയ പാലമാണ്, അത് മുറിക്കുന്നു, ഇത് ഇന്ത്യയെ മുറിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഇതുണ്ടാക്കി ആ സേതു സമുദ്രം പദ്ധതി അതിപ്പം ഇല്ല, അത് കോൾഡ് സ്റ്റോറേജിലായി. അപ്പോൾ അവിടെ കുഴിക്കുന്നതിനെതിരെയുള്ള ഇതായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമതാണ് ഈ കുഴിക്കുന്ന കുറേ കുഴിച്ച് ഇപ്പോൾ രാമക്ഷേത്രമായി, പിന്നെ ഗ്യാൻ ബാബിയായി. എനിക്ക് തോന്നുന്നു ഇതിനൊരു സാച്ചുറേഷൻ പോയിന്റ് വൈകാതെ ഉണ്ടാവും. കാരണം ഇവർ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ വന്നപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, ഇത് വളരെ എന്താണ് പറയുന്നത്, ഇതിനകത്തൊന്നും വലിയ പ്രൊഡക്ടിവിറ്റി ഇല്ല. ചില പശുവൊക്കെ ഉണ്ടല്ലോ, കുറേ കഴിയുമ്പോൾ പാലൊക്കെ കുറയുമ്പോൾ അവർ വിറ്റ് കളയുന്നത് പോലെ ഒരുപക്ഷെ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഇത് താഴെ വെക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ്. കുഴിച്ച് താഴോട്ട് നോക്കുന്നെങ്കിൽ അത് എന്തെങ്കിലും ഈ ലോഹങ്ങൾക്ക് വേണ്ടിയോ സ്വർണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പെട്രോളിയത്തിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞിട്ട് കുഴിക്കുന്നതിൻ്റെ ആഴം അനുസരിച്ച് മുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആഴം, പരസ്പരം സ്പർദ്ധ, കാലുഷ്യം, ഇതൊക്കെ വളർന്നു വരികയാണ്. പിന്നെ ഇവരെ ആകെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി പൊളിറ്റിക്കലായിട്ടുള്ള അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് ഇന്ത്യ പോകുന്നുണ്ടോ എന്നൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് ചേർത്ത് ഇപ്പോൾ UP ഇലക്ഷൻ, സാർ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. UP ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ RSSൻ്റെ ഇന്നലെ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ദളിതരും പിന്നോക്ക അവസ്ഥയിൽ നിലനിൽക്കുന്ന ആളുകളുമൊക്കെ BJPയുടെ ഇത്തരത്തിലുള്ള രീതിയോടും മാറി നടക്കുന്നു. അതുകൊണ്ടാണ് UP ഉൾപ്പെടെ, കാരണം UP നമുക്കറിയാം അയോധ്യ പോലെ വലിയൊരു അമ്പലം, ആയിരക്കണക്കിന് കോടി രൂപ ചിലവാക്കി നടപ്പിലാക്കിയൊരു അമ്പലം ഉൾപ്പെടെ ഒരു മതപരത വളരെ കൂടിയൊരു സ്ഥലമാണ്. അപ്പം ഈ ഇലക്ഷൻ റിസൾട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സാർ പറയുമ്പോൾ അതിനെ ആ റിസൾട്ടിനെ സാറെ ഒന്ന് വിലയിരുത്താൻ പറ്റുമോ? അങ്ങനെ ഓക്കെ, ഇന്ത്യയിൽ ബേസിക്കലി രണ്ട് രാഷ്ട്രീയം, ഒന്ന് മതരാഷ്ട്രീയം, മറ്റൊന്ന് ജാതി രാഷ്ട്രീയം. ഈ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ പാർട്ടിയൊക്കെ ആയിരുന്നത് BSP പോലെയുള്ള പാർട്ടികളൊക്കെയാണ്. ഇപ്പോൾ 8% വോട്ടാണ് BSPക്ക് ഇപ്രാവശ്യം UP കിട്ടിയത്. ഇന്ത്യ മുഴുവൻ കീഴടക്കാനായിട്ട് ജാതി രാഷ്ട്രീയത്തിന് കഴിയില്ല. അങ്ങനെ പക്ഷേ അവർക്ക് പ്രാദേശികമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ UP കാര്യം തന്നെ നോക്കൂ, BJP അവിടെ ഒരു വലിയ ശക്തിയായിരുന്നില്ല, അത് കോൺഗ്രസ് മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു.
പിന്നീട് ഈ അയോധ്യയോടനുബന്ധിച്ചാണ് BJP മെല്ലെ കയറി അവിടെ വരുന്നു, കല്യാൺ സിംഗിൻ്റെ മന്ത്രിസഭ വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം BJP നിരന്തരം അവിടെ തോക്കുമായിരുന്നു. സമാജ്വാദി പാർട്ടിയും BSPയും മായാവതി തന്നെ 3-4 തവണ മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ സമയങ്ങളിൽ ഈ പറയുന്ന ഇതേ ജനങ്ങൾ വേറൊരു ഫോർമാറ്റിൽ വോട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് BJP തിരിച്ചു വരുന്നു. അവർ 2 ടേം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു 10-37 സീറ്റ് SP-ക്ക് കിട്ടുന്നു. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസ് പലരും പറയുന്നു. പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസ് എല്ലാം തന്നെ ഈ ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയായിരുന്നു എന്നുള്ള ഊഹിക്കലാണ്. അത് നമ്മൾ ഒപ്പിച്ചു നോക്കണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാണ് ഭരണഘടന BJP ഇല്ലാതാക്കുമെന്ന് ഉള്ള പ്രചരണം കാരണമാണ് BJPക്ക് വോട്ട് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ, BJPക്ക് വോട്ട് കുറഞ്ഞു, ഭരണഘടന ഇല്ലാതാക്കും BJP എന്ന് ഇന്ത്യ മുന്നണി പ്രചരിപ്പിച്ചു. അപ്പോൾ രണ്ടും കൂടെ ഒത്തുവെക്കുക. അപ്പോൾ ഇത് പലപ്പോഴും ഈ പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസ്, അതുപോലെ തന്നെ പലപ്പോഴും ഇത് എക്സിറ്റ് പോളുകളെ കുറിച്ചാണ് നിങ്ങൾ പലപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് കുറേ തിയറികളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇതിന് കയറ്റിവെക്കാം. ജാതി രാഷ്ട്രീയം തിരിച്ചു വന്നതാണ്. എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇപ്പോൾ RSSും BJP ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ബേസിക്കലി UP-യിലൊന്നും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതിയും മതവും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് അവിടുത്തെ റിസൾട്ടുകൾ വരുന്നത്. അതായത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJP കുറേ കാലം, SP BSP, പിന്നെ വീണ്ടും BJP. അത് ഒരു പാറ്റേൺ ആണത്. അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു തരംഗമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തിലാണ് അവിടുത്തെ ഇലക്ഷൻ പോകുന്നത്, അല്ലെ റിസൾട്ടുകൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തോറ്റതും ജയിച്ചതും ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ തവണ ഇത്തവണത്തെ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നിരുന്നു. 99.6% കുട്ടികളും പാസ്സായി. ആകെ എഴുതിയ കുട്ടികൾ 70,000-ഓളം ആളുകൾക്ക് ഫുൾ A+ ലഭിച്ചു. നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എപ്പോഴും നമ്മൾ പരിശോധിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് +2 റിസൾട്ട്, SSLCയുടെ റിസൾട്ട്, എഞ്ചിനീയറിംഗ് പരീക്ഷയിലെ ഇതൊക്കെ പല രീതിയിലുള്ള രീതികൾ നമ്മൾ ആലോചിക്കാറുണ്ട്. വഴിയെ പോയ ആൾ പോലും ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ജയിച്ചു എന്ന രീതിയിലുള്ള വാചകങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിനെ നമുക്ക് വെച്ച് അളക്കാൻ പറ്റും. നല്ലൊരു നിലവാരത്തിലാണോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഉള്ളത് എന്നൊരു ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി എവിടെ നിൽക്കുന്നു, അല്ല അയാളുടെ നിലവാരം എന്തെന്ന് അറിയാനായിട്ട് അധ്യാപകരും ബോർഡും എല്ലാവരും ജനങ്ങളൊക്കെ നടത്തുന്ന ഒരു ശ്രമമാണ്. ഈ പരീക്ഷ 2 രീതിയിൽ മറികടക്കാം. ഒന്ന്, വളരെ ലോ ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. 2, വളരെ ലോ ലെവലിൽ മാർക്ക് കൊടുക്കുക. ഈ 2 രീതിയാണ്. അതായത് ലോ ലെവൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ചോദ്യങ്ങൾ ചിലപ്പോൾ 10-ൽ 10 വാങ്ങിച്ചെന്നിരിക്കും. കണക്കും അതേ കണക്ക് കൊടുക്കാം, മറ്റും കൊടുക്കാം. ഇപ്പം ചോദ്യങ്ങൾ ഒരുപാട് താഴ്ത്തിക്കെട്ടുക, വാല്യുവേഷൻ വളരെ ഉദാരമാക്കുക. അതായത് മാർക്കിങ്, അവാർഡിങ് മാർക്ക്, ഇത് 2 കൂടെ വരുമ്പോഴാണ് ഈ ഇത്രയധികം ആളുകൾ ജയിച്ചു വരുന്നത്. ചോദ്യങ്ങളുടെ കാര്യത്തിലുണ്ട്, വാല്യുവേഷൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു പരീക്ഷയുടെ ഈ 2 നിലവാരങ്ങളും പോയതിന് ശേഷം പരീക്ഷ ജയിക്കുന്ന ഒരാളെ നമുക്ക് പഴയ ജയിച്ച ഒരാളെ പോലെ കാണാൻ പറ്റില്ല. മനസ്സിലായല്ലേ? ഇപ്പോൾ ആളുകളിപ്പോൾ ഇത്രയും പേര് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജയിച്ച ആ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 99.7% എന്ന് പറയുമ്പോൾ പിന്നെ തോറ്റവരെ കണ്ടെത്താനായിട്ട് CBI അന്വേഷണം വേണ്ടി വരുന്നത്. അവരെ ഇറങ്ങിയാലേ പിന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം ഇത് വളരെ പരിഹാസ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം 10 മാർക്ക് 50-ൽ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജയിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം 50-ൽ 10 മാർക്ക് കൊടുക്കുന്ന രീതിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മാർക്ക് വാങ്ങിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ വല്ല പിന്നെ കരപ്പനോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ചിക്കൻ കുനിയൊക്കെ പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലേ തോക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എഴുതാതിരിക്കണം. പരീക്ഷ എഴുതാതിരുന്നാലും അവർ വെറുതെ വിടുമെന്ന് തോന്നില്ല. അത് വളരെ രസകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സാച്ചുറേഷൻ മതിയായി. ഇപ്പോൾ മന്ത്രിതലത്തിലൊക്കെ പറഞ്ഞു തുടങ്ങി, ഇനിയിപ്പോൾ മിനിമം 30 മാർക്കെങ്കിലും വാങ്ങിച്ചെങ്കിലേ ജയിച്ചായിട്ട്, 30% മാർക്കെങ്കിലും വാങ്ങിച്ചെങ്കിലേ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. അപ്പം മത്സര പരീക്ഷ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് 100% വിജയമാക്കാം, വേണമെങ്കിൽ കള്ളനോട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ 100%-ൽ അധികം ആക്കാം. പക്ഷേ ലോകം മാനിക്കില്ല. ആളുകൾ എല്ലാത്തിനും +2 A+ വാങ്ങിച്ച ഒരു കുട്ടിയെ ഒട്ടും മാനിക്കില്ല. അതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയാം. പല കുട്ടികൾക്കും ഫുൾ A+ കിട്ടിയ പോലും അഡ്മിഷന് ലഭിച്ചിട്ടില്ല. അപ്പം അതുകൂടെ ചേർത്തൊന്ന് പറയും. അതെ, ഈ ഫുൾ A+ന്റെ ഇത്
ഏതൊരു വസ്തുവും ലോകത്ത് എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില അതൊരു നല്ല മൂലകമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ ഒരു വലിയൊരു വിലയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ദൗർബല്യം, അതായത് അതിൻ്റെ സ്കേഴ്സിറ്റിയാണ്, ലഭ്യത വളരെ കുറവാണെന്നുള്ളത്. ഇപ്പോൾ ഏതൊരു വസ്തുവും A+, എല്ലാവർക്കും A+ ആണെങ്കിൽ A+ ഉള്ളവർക്ക് ഒന്നും കിട്ടത്തില്ല. അവർ വല്ല പിന്നെ ഈ മൈഗ്രൻ്റ് ലേബേഴ്സൊക്കെ നോക്കുന്ന ജോലിയൊക്കെ നോക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഈ ആപേക്ഷികമാണല്ലോ, നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതെല്ലാം ആപേക്ഷികമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് A+ൻ്റെ എണ്ണം കൂടുമ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കും, പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടില്ല. അത് ലഘൂകരിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്, ഒരു ട്രസ്റ്റ് ഇല്ലായ്മ. ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെടും. പണ്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ SSLCക്ക് മാർക്ക് വെച്ച്, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് തോന്നി, SSLCയുടെ മാർക്ക് വെച്ച് ആളുകളെ പോസ്റ്റ് ചെയ്യുക. ഇത് കുറെ കഴിയുമ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് സിസ്റ്റത്തെക്കുറിച്ച് തന്നെ ആളുകൾ ചിന്തിക്കും. മനസ്സിലായി? ചില മറ്റേ ഫസ്റ്റ് ക്ലാസ് ഉള്ളതൊക്കെ, ഞാൻ SSLCക്ക് ജയിച്ച വർഷം ഫസ്റ്റ് ക്ലാസ് ഉള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ നാട്ടിൽ അവരെ കൊണ്ട് നടന്ന് താലപ്പൊലിയൊക്കെ ആയിട്ട് കൊണ്ടു നടന്നിട്ട് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് അവർക്ക് ക്യാഷ് അവാർഡും കൊടുത്തു, പൗരസ്വീകരണം കൊടുത്തു. ഫസ്റ്റ് ക്ലാസ് 360 മാർക്ക് 600. ഇന്നതൊക്കെ ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് ചിരി വരും. ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഈ വിദ്യാഭ്യാസം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നേടിയെടുത്ത നേട്ടങ്ങളൊക്കെ വെച്ചിട്ടാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണെന്ന് പറയുന്നത്. പല സൂചികകളിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാറ്റങ്ങളുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നേറിയത് നമുക്ക് പല സ്റ്റാറ്റസിലും കാണാൻ പറ്റും. എന്നാൽ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലത്തെ വാർത്ത തന്നെ കേട്ടു, എഞ്ചിനീയറിംഗ് ഈ സ്വകാര്യ സ്വയംഭരണ മേഖലയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ റിസൾട്ട് 75% തോൽവിയാണ്. 75% തോക്കുക എന്ന് പറയുമ്പോൾ 4 വർഷം ഈ കുട്ടികളവിടെ പഠിക്കുകയാണ്. അപ്പോൾ ഈ തോക്കുന്നതിൽ മിക്കവാറും പിന്നെ എഴുതിയെടുക്കത്തൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമായിരിക്കും പിന്നെ പെർസ്യൂ ചെയ്യാൻ. ആദ്യത്തെ 4 വർഷം ചെയ്യാത്ത ഒരു കാര്യം 5ാമത്തെ വർഷം ചെയ്യാം എന്ന് കരുതുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ജയിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയും മാസീവായിട്ട് ആളുകൾ തോക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ്. ഈ പറയുന്ന 25% വിജയം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വിദ്യാർത്ഥികളുടെ യഥാർത്ഥത്തിലുള്ള റിയൽ റേറ്റ് എന്ന് പറയുന്നത് അതാണ്. അത് SSLCക്കായാലും അത്രേ വരുള്ളൂ, +2-നായാലും അത്രേ വരുള്ളൂ. അത് താഴോട്ട് വരുമെന്നെങ്കിലേ ഉള്ളൂ. ഏതെങ്കിലും ഒരിടത്ത് ശരിയായ പരീക്ഷ വെക്കുമ്പോൾ നമ്മൾ പിന്നോട്ട് പോവുകയും നമ്മൾ ഈ വ്യാജ ഫേക്ക് എക്സാംസിൽ ഈ ക്വസ്റ്റ്യൻസും വാലുവേഷൻസും നമ്മളുടെ സ്കീംസും ഒക്കെ വെച്ചുകൊണ്ട് വലിയ വിജയശതമാനം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ജയിക്കുന്നവർക്കും ആത്മവിശ്വാസമില്ല, ജയിക്കുന്നവരെക്കുറിച്ച് സമൂഹത്തിനൊരു ട്രസ്റ്റ് ഇല്ല, അവരെയൊക്കെയുള്ള ആ ഒരു റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു. ഇതൊരു വലിയൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഇതൊരു ഡിസാസ്റ്ററിലേക്ക് പോകും. പെരുപ്പിച്ചു കാട്ടൽ, അതെ, അതാണല്ലോ ഈ പറയുന്നത് മുഴുവൻ. ഇനി നമ്പേഴ്സിലുള്ള പെരുപ്പിച്ചു കാട്ടൽ തന്നെയാണ് അത്. ഈ 100% 100ആണല്ലോ ശതമാനം. അപ്പോൾ അതിനകത്ത് ഈ ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. വിശ്വാസം നഷ്ടപ്പെടുക, ഒരു മ്യൂച്വലായിട്ടുള്ള, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ നടന്ന വലിയൊരു പരീക്ഷയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. സാർ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ തിരിച്ചടി ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കടന്നു വരുന്നത്. മുസ്ലിം മതത്തോട് മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തോട് കാണിക്കുന്ന അതിര് കടന്ന പ്രീണനമാണ് ഇടതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടി എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ രീതി, അവരുടെ ആളോട് ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നു. CPIയുടെ ഇന്നലത്തെ മീറ്റിങ്ങിൽ അവർ CPIMനെ കുറ്റം പറയുന്നു. അവിടുത്തെ സ്റ്റുഡൻസ് വിങ്ങുകൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാവുകയാണ്. പക്ഷേ ഇടതുപക്ഷം ഇസ്ലാമിനോട് വളരെയധികം കൂറു പുലർത്തി നിലനിൽക്കുന്നു എന്ന് ഉള്ളൊരു ആക്ഷേപം നിലനിൽക്കുമ്പോൾ, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ പോലും ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള വോട്ട് ഒരിടത്ത് പോലും ജയിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നില്ല. ആ ഒരു സ്ഥിതിയിലാണ് ജയിച്ചു വരുന്നത്. BJPക്ക് എന്ത് കിട്ടുന്നുണ്ട്? കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആർഗ്യുമെൻറ്റ് എത്ര കണ്ട് ശരിയാണ് എന്നൊരു ചോദ്യം. ഈ പ്രീണനം മതിയാക്കാറായോ അവർ എന്നുള്ളതാണ്. പ്രീണനം മതിയാക്കാറായിട്ടില്ല. അവരെ സംബന്ധിച്ച് പ്രീണനമല്ലാതെ ഒന്നും അവർക്ക് അറിയില്ല. ദേ ഡോണ്ട് ഹാവ് എനി അതർ സ്ട്രാറ്റജി. അവരുടെ മുന്നിൽ വേറെ തന്ത്രങ്ങളുമില്ല, വേറെ ഓപ്ഷൻസും ഇല്ല. അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവരുടെ മുന്നിൽ കുഴഞ്ഞു വീഴും. ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ മതം നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കും. ഒന്നുകിൽ 2 രീതിയിലാണ് മതം നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഒന്നുകിൽ അവർ മതം പാർട്ടികളായിട്ട് മാറും.
ഈ മുസ്ലിം ലീഗ് മോഡലിലുള്ള പാർട്ടികളായിട്ട് മാറിയിട്ട്. അപ്പോൾ പിന്നെ അവരെ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ BJP-യുടെ ഒന്നും അനുഗ്രഹാശിസുകളോ പ്രീണനമോ ഒന്നും ആവശ്യമില്ല അവർക്ക്. അവർ പാർട്ടികളായിട്ട് മാറും. അത് ഒരു രീതിയിൽ മതം ഏറ്റെടുക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ പാർട്ടികളിൽ ഇവർ സജീവമായിട്ട് പാർട്ടികളെ അവർ പിടിച്ചെടുക്കും. ഇപ്പോൾ ലൈക്ക് CPM-ലെ ചില സാന്നിധ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ പോപ്പുലർ ഫണ്ടിൻ്റെ സാന്നിധ്യങ്ങൾ. അപ്പം പാർട്ടികളെ പിടിച്ചെടുത്തോ അല്ലെങ്കിൽ സ്വയം പാർട്ടികളായോ ഈ മതം കാര്യങ്ങൾ സ്വന്തം നിലയിൽ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ റോൾ ഇല്ലാതെയാവും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ പ്രീണനം മതിയായില്ല എന്ന ചോദ്യത്തിന് എപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല ഇല്ല? അല്ല, അവർക്ക് വേറെ ഓപ്ഷൻ. ഇപ്പം എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, അവരൊരു ആൾക്കൂട്ടം, അധികാരത്തിന് പിന്നാലെ പായുന്ന ഒരു ആൾക്കൂട്ടം. അപ്പോൾ വേറെ അവർക്ക് പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല. ഐഡിയോളജിയൊക്കെ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നതാണ്. ഉള്ള ഐഡിയോളജിയൊക്കെ വായിക്കാൻ പോലും കൊള്ളാത്ത ഭീകരമായ സാഹിത്യമാണ്. പിന്നെ എല്ലാവരും ഭരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. ഇപ്പോൾ ഒരാൾ പെൻഷൻ കൊടുക്കും, അടുത്ത ആൾ പെൻഷൻ കൊടുക്കും. ഒരാൾ സൗജന്യം പ്രഖ്യാപിക്കും, അടുത്ത ആൾ സൗജന്യം പ്രഖ്യാപിക്കും. പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ആസ്വദിക്കുന്ന ആളുകളുടെ വ്യത്യാസം ഉണ്ടാവും. കരുണാകരനായിരിക്കും വണ്ടിക്കകത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ പിണറായി ആയിരിക്കും വണ്ടിക്കകത്ത് പോകുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അല്ല, ബേസിക്കലി ക്വാളിറ്റേറ്റീവായി നമ്മുടെ കേരളത്തിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറയുകയാണ്, ദർ ഈസ് നോ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ്. എല്ലാ പാർട്ടികളിലും കുറച്ച് ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് ഉണ്ട്, കുറച്ച് നല്ല ഒന്നാന്തരം കള്ളന്മാരുണ്ട്, അക്രമികളുണ്ട്. എല്ലാം ചെറിയൊരു വ്യത്യാസം ചില പാർട്ടികൾ തമ്മിലുണ്ട്. എന്നായിരുന്നാലും ബേസിക്കലി അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഒരേപോലെയാണ്. നമുക്ക് വേർതിരിച്ച് നിർത്താൻ കഴിയുന്നൊരു പാർട്ടിയോ ഒരു ടീമോ ഇല്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണ്, മുസ്ലിം വോട്ട് അങ്ങോട്ട് പോയി, ഈഴവ വോട്ട് ഇങ്ങോട്ട് വന്നു, നായർ വോട്ട് ഇങ്ങോട്ട് വന്നു. ഇതെന്താണ് ശരിക്കും ഇത് നടക്കുന്നത്? ഇവിടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉള്ള രാജ്യമല്ല ഇത്. ഇവിടെ ജാതിക്കോ മതത്തിനോ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉള്ള രാജ്യമല്ല. പക്ഷേ നമ്മുടെ ഇലക്ഷൻ വിദഗ്ധരും പണ്ഡിറ്റുകളും എല്ലാം കണക്കുകളും അനാലിസിസും എല്ലാം നടത്തുന്നത് ചോർന്ന ഈഴവ വോട്ടുകൾ എവിടെ പോയി ഇതൊക്കെയാണ് നമ്മുടെ അന്തിച്ചർച്ചകൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ബേസിക്കലി ഇതല്ലാതെ വേറൊന്നും അവർക്ക് അറിയില്ല. ഇങ്ങനെ മാത്രമാണ് ആളുകളെ ഈ ട്രൈബലൈസ് ചെയ്ത് ആളുകളെ ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് വേറെ കുറേ കാര്യങ്ങൾ ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്ന് പറയുന്നത് ഈഴവ വോട്ട്, നായർ വോട്ട്, പ്രീണന വോട്ട്, മറ്റേത്. ബേസിക്കലി അപ്പോൾ അത് തന്നെയാണ് ഇവർ ചെയ്യുന്നതും ഇവരുടെ മനസ്സിലുള്ളതെന്നും മറ്റവർ ചിന്തിക്കുന്നതെന്നും വ്യക്തമല്ലേ? തീർച്ചയായിട്ടും. അടുത്തിടെ ഒരു മീറ്റിങ്ങിൽ, ഒരു സമ്മേളനത്തിൽ ഒരു സമസ്ത നേതാവ് വന്നിരുന്നു പറഞ്ഞു, ഞങ്ങൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ എങ്കിൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. പല പുരോഗമന സിംഹങ്ങളും, അതായത് സ്ത്രീകൾക്കെതിരെ പറഞ്ഞാൽ ഘോരഘോരം പ്രസംഗിക്കുന്ന പല ആളുകളും, ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തില്ലെന്നവരെ നിശബ്ദരായില്ല. 21-ാം നൂറ്റാണ്ടിലായി ഈ സ്ത്രീകളെ നിയന്ത്രിച്ചവർക്ക് മതിയായില്ലേ എന്നുള്ളതാണ്. അതെ അതെ, അത് ഞാൻ കഴിഞ്ഞ ഒരു പരിപാടിയിൽ തന്നെ പറഞ്ഞാണ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ആളുകളുടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ആർക്കും സാധനം കൊടുക്കാനും സാധിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമല്ല, ഇറ്റ്സ് നോട്ട് ഇൻ അവർ പോക്കറ്റ്. പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുക. ഈ മതനേതാക്കൾ ചെയ്യുന്ന എന്താണ്? എക്സാക്ട്ലി ഞങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട്, ഞങ്ങളുടെ പുസ്തകം അനുസരിച്ച്, ഞങ്ങളുടെ വെളിപാട് സാഹിത്യം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, നിങ്ങളുടെ മക്കൾ ജീവിക്കണം, അടുത്ത തലമുറയിലുള്ള ആളുകളും ജീവിക്കണം. അപ്പോൾ ബേസിക്കലി ഒരു സമയത്തെ അവിടെ അവർ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണ്, സമയത്തെ അറസ്റ്റ് ചെയ്ത് നിർത്തുകയാണ്. അവർ മാറുന്നില്ല. അവരുടെ ഈ പ്രാചീനമായ മസ്തിഷ്ക ധാരണകളും അതോടൊപ്പം തന്നെ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളും അവരുടെ അടുത്ത തലമുറയെല്ലാം അങ്ങനെ പോകണമെന്നുള്ള അവരൊരു വാശി. അതാണ് ഈ മതം ഒരു വലിയ എന്താ പറയുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് ആയിട്ട് മാറുകയാണ്. നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചാൽ വണ്ടി കുറേയൊക്കെ മുന്നോട്ട് പോകും, ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ. പക്ഷേ ഇത് മതം എന്നുള്ള ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ അത് വണ്ടി മുന്നോട്ട് പോകാൻ തന്നെ പ്രശ്നമാണ്. നമുക്കറിയാം, ബ്രിട്ടനിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ചൂട് പിടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അടുത്ത പ്രധാനമന്ത്രിയാണെന്ന് പ്രതീക്ഷിക്കുന്ന ലേബർ പാർട്ടി നേതാവ്, ഐ തിങ്ക് ഹിസ് നെയിം സർ KS ശാമ, ഇന്നലെ നടന്നൊരു സമ്മേളനത്തിൽ നോമോ ഹിന്ദുഫോബിയ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. നമ്മൾ വളരെ വിരളമായാണ് ഹിന്ദുഫോബിയ എന്നൊരു വാക്ക് കേൾക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും പ്രീണനം, ഇവിടെയും പ്രീണനം. അതിന് രസകരമായൊരു കാര്യമല്ല, എനിക്ക് അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, വളരെ സാർ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞൊരു വലിയ കാര്യമാണ്. അത് വലിയൊരു പോപ്പുലേഷൻ്റെ ചെറിയൊരു ശതമാനം, സിഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാർ സംസാരിച്ചപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഏകദേശം ഒരു 1-2% മാത്രം വരുന്ന ഒരു ജനസമൂഹത്തെയാണ് ഇവർ ഈ വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ച് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ അവിടുത്തെ അമ്പലത്തിൽ പോയി അദ്ദേഹം പാലൊഴിച്ച് പൂജ ചെയ്യുന്ന സിറ്റുവേഷൻസ് വന്നു.
ഇവർക്കും പ്രീണനം തന്നെയാണോ രീതി? മതിയായില്ലേ അവരുടെ പ്രീണനം എന്നാണ്? ഈ മതത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയുന്നത് ഇവർ പലരും എടുക്കുന്നത് ഇസ്ലാമിനെയാണ്. അതായത് ഇസ്ലാം ഒരു ശാഠ്യ മതമാണ്. അതായത് എന്തെങ്കിലും തങ്ങൾക്കെതിരാണെങ്കിൽ വളരെ വൈകാരികമായും അക്രമാസക്തമായും പ്രതികരിക്കുക, പ്രതിഷേധം നടത്തുക, തെരുവ് നിറയ്ക്കുക, ഭയങ്കരമായ എന്താ പറയുന്ന ഒരു വളരെ ഹോസ്റ്റൈലായിട്ടുള്ള രീതിയിൽ അവർ പെരുമാറും. അപ്പോൾ ഇത് പലരും നോക്കണം, ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല മോഡലാണ്. അതേപോലെ തന്നെ ഞാൻ ഓർക്കുന്നത് ഒരു 3-4 വർഷത്തിന് മുമ്പ് ഈ ദൈവദശകം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കവിത, ആ കവിത യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുന്ന ഒരു ഭിക്ഷാടന സാഹിത്യമാണ്. എനിക്കത് തരണേ, ഇത് തരണേ എന്നൊക്കെ പറയുന്നവരെണ്ണമാണ് അത് സംഗതി. അപ്പം ഞാനതിൻ്റെ ഒരു വിശകലനം വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതുകയുണ്ടായി. പിന്നെ ഞാൻ ഒരു പോസ്റ്റ് എഴുതി. ഈ പോസ്റ്റ് എഴുതിയതിന് ശേഷം അടുത്ത ആരോ അത് ശ്രദ്ധിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് ഒരു യൂണിയൻ, SNDP യൂണിയൻ്റെ ഏതോ കീഴിൽ വരുന്ന കുറേ ആളുകൾ എന്നെ നിരന്തരമായിട്ട് ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അത് ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു. ആ കൃതി ഭിക്ഷാടന സാഹിത്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഒരു 10-45 പേര് വിളിക്കുക. അവസാനം ഒരു സ്ത്രീ എൻ്റെയൊക്കെ വിളിച്ചു, രവിചന്ദ്രൻ സാറാണോ? ഞാൻ പറഞ്ഞാണ്. സാറേ, ഞാൻ ഇന്നടത്ത് നിന്ന് ഇന്നാർ വിളിക്കുകയാണ്, സാറിനെ വിളിച്ച് പ്രതിഷേധം അറിയിക്കണമെന്ന് ഞങ്ങളുടെ കഴിഞ്ഞ മീറ്റിങ്ങിൽ തീരുമാനിച്ചിരുന്നു, അതുകൊണ്ട് വിളിക്കുകയാണ്, സാറിനൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞു. ഈ വിളിച്ചവരെല്ലാം ഒരു തീരുമാനം എടുത്തിട്ട് വിളിച്ച് ചീത്ത പറയുക. അപ്പം ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന മോഡലുകളാണ്? വിളിച്ച് ചീത്ത പറയുക, ആക്രമിക്കുക, കൈവെട്ടുക, തലവെട്ടുക. ഇത് വെച്ച് സമൂഹത്തെ മുഴുവൻ മുൾമുലയിൽ നിർത്താമെന്നും നിയന്ത്രിക്കാമെന്നും മറ്റു മതങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാനഡയിലെ സിഖുകാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അവർ 2.17% കാനഡയിലെ സിഖുകാർക്ക് വേണ്ടിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി നിന്ന് തുള്ളുന്നത്. കാരണം അവർ വളരെ കൃത്യമായിട്ട് അവരുടെ മത വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഈ ബ്രാംപ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിപ്പോൾ ഏതാണ്ട് ഒരു സിഖ് ഏരിയയാണ്. മന്ത്രിമാർ 25 പാർലമെൻ്ററി മെമ്പേഴ്സും അവർക്കുണ്ട്. NDP എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അതാണ് രസം. NDP എന്ന് പറയുന്ന പാർട്ടി അവിടെ പണ്ടേ ഉണ്ട്. പക്ഷെ ഒരു സിഖ് നേതാവ്, ഗുർമീത് സിംഗ് എന്ന് പറയുന്ന ഒരു സിഖ് നേതാവ്, അയാൾ അതിൻ്റെ നേതൃത്വം പിടിച്ചെടുക്കുന്നു. എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ആ പാർട്ടിയിൽ അംഗങ്ങളായിട്ട് ചേർക്കാനായിട്ട് തൻ്റെ സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പറഞ്ഞു വിട്ട് ഗ്രൂപ്പുകളായിട്ട് പോയി അവർ ആ നിശ്ചിത സമയത്തിനുള്ളിൽ അംഗത്വം പുതുക്കി അല്ലെങ്കിൽ അംഗത്വം എടുത്ത് അവർ അതിൻ്റെ ഇലക്ടറേറ്റായിട്ട് മാറിയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് വോട്ട് വരുന്നു. സാധാരണഗതി കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി വോട്ടുമായിട്ട് അയാൾ നേതാവാകും. കാരണം അവിടെ വേറെ ആരും ഈ ഇലക്ഷൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല പലപ്പോഴും. അപ്പോൾ അവിടെയാണ് ഒരു 2.3 ഏതാണ്ട് 7.5 ലക്ഷം മാത്രമാണ് ഒരു നിഷ്ക്രിയത്വം ഇതിനകത്ത്. ആ നിഷ്ക്രിയത്വം ഉണ്ട്. 7.5 ലക്ഷം വരുന്ന സിഖ് കമ്മ്യൂണിറ്റിക്കാണ് അവിടെ ഒരു പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ആ പാർട്ടിക്ക് 25% സീറ്റ് കിട്ടുന്നു. ആ പാർട്ടിയുടെ നേതാവായിട്ടുണ്ട് ഇരുന്നുകൊണ്ട് ഗുർമീത് സിംഗും സംഘവും ഇന്ത്യയിലെ കർഷക സമരം സ്പോൺസർ ചെയ്യുന്നു. ട്രൂഡോ വന്ന കർഷക സമരത്തിന് ഇന്ത്യക്കെതിരായിട്ട് പ്രസ്താവന നടത്തുന്നു. 2.5%. ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം ബ്രിട്ടനിൽ പറഞ്ഞത്. ഈ മൈനോറിറ്റി എണ്ണം ഒരു പ്രശ്നമല്ല. നിങ്ങളുണ്ടാക്കുന്ന ശബ്ദമാണ്, നിങ്ങളുണ്ടാക്കുന്ന അക്രമമാണ്, നിങ്ങളുണ്ടാക്കുന്ന പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അലസമാണ്, സമാധാനപ്രിയരാണ്, റിസ്ക് അവേഴ്സീവാണ്. അവർക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നങ്ങൾ എന്നാൽ പോട്ടെ അങ്ങോട്ട് മാറി നടക്കാം ഒരിക്കലും അവർ ടേക്ക് ഓൺ ചെയ്യത്തില്ല. അപ്പോൾ ഒരു വളരെ സംഘടിതമായി വരുന്ന ന്യൂനപക്ഷ മതങ്ങളാവട്ടെ, പാർട്ടികളാവട്ടെ, ഗ്രൂപ്പുകളാവട്ടെ, അവർക്ക് എൻ്റയർ സമൂഹത്തെ മുൾമുനയിൽ നിർത്താൻ കഴിയും. അതൊരു ജനാധിപത്യത്തെ സംബന്ധിച്ചോളം അത് വളരെ പ്രകടമാണ്. ജനാധിപത്യത്തിൽ എല്ലാവരെയും ശബ്ദം അനുവദിക്കണം. അപ്പോൾ ഞങ്ങളുടെ ശബ്ദം ഇങ്ങനെയാണ് ബേസിക്കലി. അപ്പോൾ ഞാനത് പറഞ്ഞു, ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരുപാട് ജീനുകൾ അതിനുള്ളിലുണ്ട്. അതാണ് നമ്മൾ ശരിക്കും പാശ്ചാത്യ ലോകത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇറാനിൽ ഒരു ആൻറ്റി ഗവൺമെൻറ് വനിതകളെ പിടിച്ച് തല്ലി അറസ്റ്റ് ചെയ്തിടുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ അവർ പിടിച്ചകത്തിടും, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലും. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇസ്രായേലിൽ അത് നടക്കില്ല. ഇസ്രായേലിൽ യുദ്ധം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അവിടെ ഇരിക്കുന്നു. ആ ഗവൺമെൻറ്റിനെതിരെയാണ് ദിവസവും ഇവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയെ തെറി വിളിച്ചുകൊണ്ട് പടുകൂറ്റൻ പ്രകടനങ്ങൾ ദിവസം നടക്കുന്നു. ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയിൽ പോലും നടക്കില്ല. ഇന്ത്യയിൽ നടക്കുമോ? ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനായിട്ടൊരു യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ യുദ്ധ നീക്കങ്ങളെയും മറ്റെയൊക്കെ അപലപിച്ചുകൊണ്ട് ഡൽഹിയിലും ചണ്ഡീഗഡിലും ഒക്കെ ഒരു മീറ്റ് നടത്താൻ
ഈവൻ എന്തിനാ പറയുന്നത്, റഷ്യയിലെ കാര്യം എടുത്തു നോക്കൂ. റഷ്യ യുദ്ധത്തിന് പോയത് തെറ്റായി പോയെന്ന് പറയുകയാണെങ്കിൽ 10 വർഷം തടവാണ്. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് വളരെ ഈസി ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള ബ്രേക്സും സിസ്റ്റംസും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ റിലീജിയൻ വിൽ ഈറ്റ് അപ്പ് ഡെമോക്രസി ഇൻ മെനി കൺട്രീസ്. അതെൻ്റെ ഒരു ആശങ്ക. സെക്യുലറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അവിടെയും ഈ ജനാധിപത്യത്തെ തന്നെയാണല്ലോ നടപ്പിലാക്കുന്നത്. അത് എത്ര കണ്ട് ഈ പറഞ്ഞ പോലെ ഈ മതത്തെ പിടിച്ചു കെട്ടാൻ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ സാധ്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പോൾ ബ്രിട്ടൻ്റെ കാര്യം പറയുന്നു, നമ്മൾ പുരോഗമനപരമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് ആണെന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്ര കണ്ട് ഇത് പോസിബിൾ ആണെന്നൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഈ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും നമ്മളീ കാണുന്ന സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമൈത്രിയാണ്, അല്ലേ? മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെയാണ് സെക്യുലറിസം എന്ന് ഇന്ത്യയിൽ അങ്ങനെയൊക്കെയുള്ള അർത്ഥമുള്ളൂ. അതായത് ഒരു മുസൽമാൻ അവൻ്റെ വീട്ടിൽ ആഹാരം പാചകം ചെയ്ത് തൊട്ടടുത്തുള്ള ഹിന്ദുവിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു, ഹിന്ദുവിൻ്റെ വീട്ടിൽ പാചകം ചെയ്ത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു, അവർ ഒരുമിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെയാണ് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കടുവയും ഒരു സിംഹവും ഒരു നരിയും ഒക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ തുല്യമാണ് ഈ 3 മനുഷ്യരിങ്ങനെ സൗഹാർദ്ദം പങ്കിടുന്നതും അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം ആഹാരം കൊടുക്കുന്നതെന്നൊക്കെയാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവർ തന്നെ സമ്മതിക്കുന്നു. ഈ മതസൗഹാർദ്ദ ഫോട്ടോകളുടെ അടിസ്ഥാനം എന്താണ്? ഞങ്ങൾ ഇങ്ങനെയൊന്നും നിൽക്കേണ്ടവരല്ല, ഞങ്ങൾ കടിച്ചു കയറേണ്ടവരാണ്, പരസ്പരം വെറുക്കേണ്ടവരാണ്. കാരണം ഞങ്ങളുടെ മതം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ അതിനൊന്ന് പുറത്തു വന്നിട്ട് ഞങ്ങൾ കുറച്ച് സ്നേഹം പങ്കിടുന്നു. ഈ മതം എന്ന് പറയുന്ന ആ മാലിന്യം അവിടെ ഇല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നതോ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതോ ഒരുമിച്ച് എന്തെങ്കിലും പങ്കിടുന്നതോ ഒന്നും വാർത്തയും ചിത്രവും അല്ല. അതൊരു നോർമൽ സൈറ്റ് മാത്രമാണ്, അല്ലേ? അപ്പോൾ ഒരു 3 നമ്മളെ പട്ടികളെ നോക്കുക. 3 പട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പറയാം അതൊരു പട്ടികൾക്കിടയിലുള്ള സൗഹൃദമാണ്. ഇത് മനുഷ്യർക്കിടയിലുള്ള സൗഹൃദമല്ല, മതങ്ങൾക്കിടയിലുള്ള സൗഹൃദമാണെന്ന് പറയുന്നത്. എത്ര ആഴത്തിലുള്ള അശ്ലീലമാണ് ആ ചിത്രങ്ങളും ആ ഒരു ധാരണകളും. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അതല്ല. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരമാണ്. അവിടെ മതത്തിനല്ല റോള്, മതമില്ല, മതം അവിടെ കടന്നു വരുന്നില്ല. മതത്തിൻ്റെ ഈർപ്പരഹിതമായി ഒരു കറി എന്നൊക്കെ പറഞ്ഞാൽ, ഈർപ്പരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഒരെണ്ണത്തിൻ്റെ ഇല്ലായ്മയാണ്. ഇവിടെ അതിന് സാധിക്കില്ല. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെയൊക്കെ മോഡല്, മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുന്നു, ഗെട്ടോ കൾച്ചർ. പിന്നെ അംബേദ്കർ തന്നെ പറഞ്ഞോണം, ഇവർ തമ്മിൽ കാണുന്നത് തമ്മിലടിക്കാനും കച്ചവടം ചെയ്യാനും വേണ്ടി മാത്രമാണ്. ട്രെയിനിൽ മുസ്ലിം കമ്പാർട്ട്മെൻറ്റ്, ഹിന്ദു കമ്പാർട്ട്മെൻറ്റ് തമ്മിൽ അങ്ങോട്ട്, പിന്നെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് മുസ്ലിങ്ങളുടെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു, അവരവിടെ പോകുന്നു. പിന്നെ കൺട്രി വിതിൻ ദ കൺട്രി രണ്ടാകുന്നു, അല്ലേ? മയോസിസ് എന്നൊക്കെ പറയുന്നോളം മൈറ്റോസിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോശവിഭജനം പോലെ രണ്ടാകുന്നു. അതിനു മുന്നേ എന്താണ്? കൺട്രി വിതിൻ ദ കൺട്രി ഉണ്ടാകുന്നു. അപ്പം മൊത്തത്തിൽ തമ്മിൽ കലരാത്ത 2 വിഭാഗങ്ങളായിട്ട് ഈ മതങ്ങൾ മാറുമ്പോൾ ഗാന്ധി പറഞ്ഞ എന്താണ്? ഇവർ തമ്മിൽ കലരുക, ഇവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുക, ഒരു ഹാർമണി ഉണ്ടാവുക, മതമൈത്രി. അതാണ് നമ്മുടെ മതേതരത്വം. ഇത് അക്ബർ തുടങ്ങി വെച്ച മതേതരത്വമാണ്. അക്ബർ ഇതേ പരിപാടിയായിരുന്നു. അക്ബർ ഒരു മുഗൾ രാജാവായിട്ടും പുള്ളി ഒരുപാട് രജപുത്ര വനിതകളെ കല്യാണം കഴിച്ചു. കുറേ പേരെ ഭാര്യമാരാക്കി, കുറേ പേരെ അല്ലാതെയും മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം ഇത് ശരിക്കും ഇസ്ലാമിന് ഭയങ്കര ഒരു അപമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതം തന്നെ ഉണ്ടായിരുന്നു, ദീൻ ഇലാഹി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 1ാം ക്ലാസ് മുതൽ മെട്രിക്കുലേഷൻ വരെയുള്ള പാഠപുസ്തകങ്ങളിൽ അക്ബറിനെ ഒരുപക്ഷെ കാണാൻ പോലും കിട്ടില്ല. അവിടെ ശരിക്കും വിളങ്ങുന്നത് ഔറംഗസീബാണ്. ഔറംഗസീബ് എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിസ്തൃതി ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ അക്ബർ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കി. എക്സ്ക്ലൂസീവ്നെസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മതങ്ങൾ മിക്കവാറും ഇപ്പോൾ ഇസ്ലാമിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ തങ്ങൾ വ്യത്യസ്തരാണ്. ജൂതന്മാരും പറയുന്നത് എന്താണ്? പ്രോമിസ്ഡ് ലാൻഡ്, ചോസൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ്നെസ് ആണ്. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ്നെസ് കാരണം അത് ഇല്ലാതാക്കാനായിട്ടുള്ള അക്ബറുടെ ശ്രമം ഇവർക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. തമ്മിൽ കലരുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ ഹിന്ദു ഉദ്യോഗസ്ഥന്മാരെ ഒരുപാട് നിയമിക്കുന്നു, പുതിയ മതം ഉണ്ടാക്കുന്നു, അതിൽ ഹിന്ദുയിസവും ക്രിസ്ത്യാനിറ്റിയും സൊറാസ്ട്രിയനും എല്ലാം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഇന്ത്യയെ ഇസ്ലാമവൽക്കരിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായിട്ടാണ് അക്ബറെ പല ചരിത്രകാരന്മാരും പാകിസ്ഥാനിൽ വിലയിരുത്തുന്നത്. ഈ മതമൈത്രി, ഈ ഒരു സാധനം അക്ബറിൻ്റെയൊക്കെ ആ ഒരു ലെഗസിയാണ് ശരിക്കും ഗാന്ധിയിൽ വരുന്നത്. ശരിക്കും ഇന്ത്യൻ മതമൈത്രിയായിട്ട് ഇപ്പോൾ ആളുകൾ പറഞ്ഞു നടക്കുന്നത് തമ്മിലടിക്കാതിരിക്കുക. ഇത് രാഷ്ട്രീയക്കാരുടെ ആവശ്യമൊന്നുമില്ല, ഇത് മതങ്ങൾ തന്നെ ചെയ്തോളൂ. യഥാർത്ഥത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തമ്മിലടി ഇന്നത്തെ തമ്മിലടി തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇപ്പോൾ കുറവാണ് ബേസിക്കലി. പക്ഷേ ബേസിക്കലി മതങ്ങൾ ഒരു വഴി കണ്ടെത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ
തമ്മിലടിക്കുകയാണെങ്കിൽ ആർക്കും വീട്ടിൽ കിടന്നു. മതനിന്ദ എന്നുള്ള റൂള് വരുന്നത് തന്നെ ആ നിയമം മതനിന്ദ എന്നുള്ള റൂള് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ മുഗൾ രാജാക്കന്മാർ പശുവിനെ കൊല്ലുന്നതിനെതിരെ പശുവിനെ കൊല്ലുന്നവനെ കൊല്ലണം എന്ന് മുഗൾ രാജാക്കന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഔറംഗസീബ് പോലും അത് പാലിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രകോപനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യര് എന്തിനൊക്കെയോ വേണ്ടി വൾണറബിൾ ആയതുകൊണ്ട് അവർ തമ്മിലടിക്കുമെന്നും അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്നും അവർക്ക് തന്നെ അറിയാമായിരുന്നു. അത് കോമൺ സെൻസ് ആണല്ലോ. കാരണം ഇവർ രണ്ടുപേരും മനുഷ്യരെ പോലെ അല്ല ചിന്തിക്കുന്നത്. ഈ മത വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അന്യനെ തുല്യനായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഘർഷം, അകറ്റി നിർത്തൽ, ഇതൊക്കെ ഉണ്ടാവും. ഇത് മനസ്സിലാക്കി എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കൈ കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതാണ് ശരിക്കും ഈ ഇന്ത്യയിലെ മതേതരത്വമായിട്ട് പോകുന്നത്. അല്ലാതെ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫേക്ക് സാധനമാണ്. അത് ഫേക്ക് അതെങ്കിലും ഉണ്ട്, അതാണ് നല്ലത്. അതിന് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ മതമൈത്രിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനിപ്പോൾ കൃത്രിമമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, മതങ്ങൾ തന്നെ കണ്ടെത്തും. ഇത് രാഷ്ട്രീയക്കാർ പലപ്പോഴും ഈ മതങ്ങൾ തമ്മിലുള്ള മൈത്രിയെ തകർക്കുകയാണ് ചെയ്യുന്നത്, അവർ മതേതരത്തിൻ്റെ പേര് പറഞ്ഞു. ഉദാഹരണമായിട്ട് ഈ ഭീതി വ്യാപാരം അവിടെ നോക്കൂ, നിങ്ങളെ അവിടെ മണിപ്പൂരിൽ നിങ്ങളെ ഹിന്ദുക്കളെല്ലാം കൂടെ കൊല്ലുന്നു, ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർവീര്യരായി ഇരിക്കുന്നത്, അവിടെ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു നരേറ്റീവ് അവിടെ നിന്ന് എടുത്ത്, അവിടെ ഇല്ലാത്തൊരു നരേറ്റീവ് എടുത്ത് കേരളത്തിൽ ഇലക്ഷൻ ചെയ്യിക്കാനായിട്ട് ഇവിടുത്തെ പല നേതാക്കളും വിൽക്കുന്നാറുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മതങ്ങൾ തമ്മിലല്ല പ്രശ്നം, പക്ഷെ മതങ്ങൾ തമ്മിൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി തങ്ങളുടെ അധികാരം നേടാനായിട്ട് ഈ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ പലയിടത്തും കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം ബലിപ്പെരുന്നാളിനെതിരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പുരോഗമന പക്ഷത്തുള്ള പാർട്ടി എന്ന് ആവശ്യപ്പെടുന്ന ഒരു നേതാവ് ബലിപ്പെരുന്നാളിനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. അയാൾ മാപ്പ് പറഞ്ഞു, വീണ്ടും മാപ്പ് പറഞ്ഞു, ഗൂഗിൾ മാപ്പ് വരെ കൊടുത്തു, കേട്ടില്ല. പക്ഷേ ഇവർക്ക് ഇതുവരെയും ഈ 21-ാം നൂറ്റാണ്ടിലും, നമ്മൾ 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, മതങ്ങൾ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മതങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെ പേടിപ്പിച്ച് ഈ മത നേതൃത്വങ്ങൾക്ക് മതിയായില്ലേ എന്നുള്ളതാണ്. അല്ലേ, ഈ മതങ്ങൾ പലതും ഈ വയലൻസ് ആണ് അവരുടെ പ്രൈമറി ടൂള്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവെട്ടിയെടുക്കുക, കഴുത്ത് വെട്ടുക എന്നുള്ളത് മാത്രമല്ല, ഒരു വാക്ക്, പ്രവൃത്തി, ബഹിഷ്കരണം, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, കഠിന പദങ്ങൾ പറയുക, നിങ്ങളുടെ സാധ്യതകൾ തകർക്കുക, നിങ്ങളുടെ ജോലി തകർക്കുക, നിങ്ങളുടെ കച്ചവടം തകർക്കുക, ഇതെല്ലാം വയലൻസാണ്. അതായത് നിങ്ങളുടെ ആശയത്തിൻ്റെ ഗരിമയല്ല, മറിച്ച് നിങ്ങൾ ചെലുത്തുന്ന ഫോഴ്സാണ്, കോഷനാണ്. ആ കോഷൻ വഴിയാണ് നിങ്ങളെ നേരെ ആക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു ലൈൻ ഫ്ലൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അവർ വളരെ കഠിനമായിട്ട് ശിക്ഷിക്കും. അത് ഈ വിവാഹം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച മോഡലായിട്ട് ഇപ്പോൾ പലരും കരുതുന്നത് ഇസ്ലാമിനെയാണ്. ഇപ്പോൾ ഇസ്ലാം ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റമാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കെതിരെ പോസ്റ്റ് ഇടാം, ലവർക്കെതിരെ പോസ്റ്റ് ഇടാൻ പറ്റൂടോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അതായത് ലവറാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടം വരും, അല്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഇവരെല്ലാം സ്വപ്നം കാണുന്നത് ലവരെ പോലെ ആവുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഏറ്റവും വയലൻ്റ് ആയിട്ട്, ഏറ്റവും ഹോസ്റ്റലായിട്ട് മാറുക എന്നുള്ളതാണ്. മതങ്ങളുടെ യഥാർത്ഥ വെപ്പൺ എന്ന് പറയുന്ന ഈ കോഷനും ഫോഴ്സുമാണ്. അപ്പോൾ നമ്മളത് ഫാഷിസത്തിൻ്റെ വലിയ ടൂൾസായിട്ടാണ് എടുക്കുന്നത്. ഫാഷിസത്തിനൊക്കെ മുന്നേ തന്നെ മതങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ യൂസ് ഓഫ് ഫോഴ്സ്. യൂസ് ഓഫ് ഫോഴ്സ് പലതരത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലയോ, കായിക ശേഷി മാത്രമല്ല, വേറെ ഒരുപാട് രീതിയിൽ അത് നമ്മളുടെ സമ്മർദ്ദവും ബലപ്രയോഗവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന സംഗതി ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് പാർട്ടി ബലിപ്പെരുന്നാളിനെതിരെ പോസ്റ്റ് ഇട്ട ആളെ പുറത്താക്കി, ലോക്കൽ കമ്മിറ്റി? അത്രേ ഉള്ളൂ കാര്യം. ഈ ബലിപ്പെരുമാളിനെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അത് അങ്ങനെ സെൻസിറ്റീവായിട്ട് തോന്നേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും എല്ലാം ഒറ്റ കഥയാണത്. ഇപ്പോൾ എല്ലാവരും പങ്കിടുന്ന ഒരു സ്റ്റോറിയെക്കുറിച്ച് ഒരാൾ സ്വന്തം മകനെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്നു. അയാളുടെ മസ്തിഷ്കത്തിൽ അയാൾ കൊലപാതകം നടത്തി കഴിഞ്ഞു, അല്ലേ? പിന്നെ കുട്ടിയെ ആരെങ്കിലും രക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അന്ന് അവിടെ ബന്ധമായിരുന്നു എന്നുള്ളോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്നു എന്നുള്ളൊന്നും വിഷയമല്ല. സ്വന്തം നേട്ടത്തിനായിട്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ആകാശ പൗരനെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ മാനസിക നില തെറ്റിയ ഈ മനുഷ്യൻ സ്വന്തം മകനെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കമ്മിറ്റഡ് ദ മർഡർ, ബ്രെയിനിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ നടക്കാതെ ചിലപ്പോൾ ആളുകൾ പിടിച്ചു മാറ്റിയെന്നിരിക്കും. പിടിച്ചു മാറ്റുന്നവരെ പിശാചെന്നോ ഏഞ്ചലെന്നോ ഒക്കെ വിളിക്കാൻ നിങ്ങൾക്ക്. നടക്കാതെ പോയതിൽ കാര്യമില്ല, പക്ഷെ ആ തന്ത തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം എന്ന് പറയുന്നത് വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്.
അത് നമ്മളൊരിക്കലും നമ്മളുടെ മകനോട് ചെയ്യാത്ത കാര്യമാണ്. നമ്മളൊരു മകനാണെങ്കിൽ നമ്മളുടെ പിതാവ് ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര വയലൻ്റ് ആയിട്ടുള്ള ഒരു ചിന്ത, ഒരു ഹെയ്നസ് ആയിട്ടുള്ള ഒരു ക്രൈം, ഒരു മേർഡർ, ഇതിനെയാണ് നമ്മൾ വാഴ്ത്തുന്നതെന്നാണ് അയാൾ പോസ്റ്റ് എഴുതിയത്. അത് ഓക്കെ, അത് അതിനകത്ത് വസ്തുതാവിരുദ്ധമായ ഒന്നും ഇല്ലല്ലോ. പക്ഷെ അതിൻ്റെ പേരിലാണ് ശിക്ഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടികളൊക്കെ ഇവർ അമേരിക്കൻ സാമ്രാജ്യത്തെയൊക്കെ ചവിട്ടിക്കുഴയ്ക്കുന്നത് പോലെ എളുപ്പമല്ല. ലോക്കൽ കമ്മിറ്റികളും എന്താ പറയുക, അമ്പലങ്ങളും ആഗോളവൽക്കരണം ഒന്നും അവിടെ മുതലാവില്ല. അവിടെ അതൊന്നും മുതലാവില്ല. അവർ ദേ ആർ ഓൺ മാറ്റ്. അവർ വീണുപോയി. മതങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദിക്കാൻ കഴിയുന്ന ഈ കേരളത്തിൽ തന്നെ മുഖ്യധാരാ പാർട്ടികളെല്ലാം നോക്കൂ, ദേ ഡോണ്ട് ഹാവ്. അവർക്ക് അങ്ങനെ ഒരു ശക്തിയില്ല, ധാർമ്മിക ശക്തിയില്ല. അവരെന്തോ പറഞ്ഞാണ്, അവർ ബ്ലഡി കമ്മ്യൂണലാണ്. ത്രൂ ഔട്ട് ടോപ്പ് ടു ടോപ്പ് കമ്മ്യൂണൽ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും തൊട്ട് പ്രസ്താവനാർത്ഥം ഭരിക്കുന്ന മന്ത്രിമാരെ എല്ലാം കമ്മ്യൂണലായിട്ട് ചെയ്യുന്ന ഈ പാർട്ടികൾക്ക് ഇവരെന്തു പറഞ്ഞാണ് ഈ മഹൽ കമ്മിറ്റി എതിർക്കുക? ഇവർക്കൊന്നും പറയാനില്ല. അങ്ങനെ ഒരു വലിയൊരു കീഴടങ്ങൽ, അതാ ഞാൻ പറഞ്ഞത്, ദേ വിൽ ഈറ്റ് അപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഈ പാസ്മണ്ട മുസ്ലിം വിഭാഗത്തോട് BJP കുറച്ചുകൂടി ചേർത്ത് നിൽക്കുന്നതായി കണ്ടു. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക, കാരണം അവർ പിന്നാക്ക വിഭാഗത്തിൽ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിലുള്ള മുസ്ലിങ്ങളാണ് പാസ്മണ്ട. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇത് BJPക്ക് തെരഞ്ഞെടുപ്പിൽ പ്രയോജനം ചെയ്തതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരോടൊരു പ്രത്യേക പ്രീണനം? അതും പ്രീണനമാണ്. ഈ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, സ്വാതന്ത്ര്യത്തിന് ശേഷം അവർക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുള്ള നേതാക്കളെ അവർക്ക് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നേതാവിന് അവർ വോട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള പാർട്ടികൾക്കും അവർ കാര്യമായിട്ട് വോട്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ മുസ്ലിം ലീഗ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് 14-15% വരുന്ന മുസ്ലിങ്ങൾ, ഒരു 20 crore മുസ്ലിംസിന് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയോ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വലിയ നേതാക്കന്മാരോ ഇല്ല. അവരെപ്പോഴും വോട്ട് ചെയ്യുന്നത് വേറെ പാർട്ടികൾക്കാണ്. മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യത്തിന് ശേഷം പണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിന് വേണ്ടി വോട്ട് ചെയ്യുകയും പാകിസ്ഥാൻ പോലൊരു രാജ്യം കുത്തി വാങ്ങിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു അബദ്ധം മനസ്സിലാക്കിയാണോ, അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഇനി വിഭജനത്തിന് ശേഷം വർക്ക് ചെയ്യില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്കറിയില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വന്തമായ പാർട്ടികളോ സ്വന്തമായ ലീഡേഴ്സോ, ഇപ്പോൾ ഒവൈസി പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അവരൊക്കെ ഒരു ചെറിയൊരു മിനിസ്ക്യൂൾ മാസീവായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും ഒന്നിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി, അല്ലെങ്കിൽ ലാലു പ്രസാദിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജനതാ പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളാണ് ഇവരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പസ്മന്ത എന്ന് പറയുന്നത് ഈ അഷ്റഫി മുസ്ലിംസ് ഉണ്ട്, അവരൊരു 10-15% ഉള്ളൂ, മുന്നോക്ക മുസ്ലിംസ് എന്ന് പറയും. ബാക്കി വരുന്ന എല്ലാം OBC മുസ്ലിംസ്, പിന്നെ ദളിത് മുസ്ലിംസ്. അപ്പം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണൻ്റെ ഒരു പരിപാടിയുണ്ട്. അതായത് കാസ്റ്റ് പൊളിറ്റിക്സ് തന്നെ. ജയപ്രകാശ് നാരായണൻ ഭയങ്കര പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് സോഷ്യലിസവും മറ്റൊന്ന് കാസ്റ്റ് പൊളിറ്റിക്സുമാണ്. പുള്ളി എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് നമ്മളുടെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടും റിഗ്രസീവായിട്ടുള്ള സാധനമാണ് പുള്ളി പറയുന്നത്, വളരെ റിഗ്രസീവാണ്. ഈ ജനതാ പാർട്ടിയൊക്കെ അങ്ങനെ വന്നതാണ്. പക്ഷേ ഈ കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു ഭയങ്കര എക്സ്റ്റൻഷനാണ് ഈ മണ്ഡൽ കമ്മീഷന് ശേഷം യാദവ, ഈ ബീഹാറിലും UP-ലും യാദവരുടെ ഭരണം, പിന്നെ മായാവതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് പൊളിറ്റിക്സ് പോയി. അപ്പം ആ രീതിയിൽ മുസ്ലിങ്ങളെ എഞ്ചിനീയർ ചെയ്യാൻ എളുപ്പമാണ്. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ ഈ ജാതി ഇതേപോലെ തന്നെയുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി ഏതാണ്ട് സംവാട്ട് ശ്രേണിവൽക്കരിക്കപ്പെട്ട രീതിയിൽ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് ചൂഷണം ചെയ്യാനായിട്ടാണ് BJP ശ്രമിച്ചത്. അവരതുപോലെ തന്നെ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള മതപരമായ ഒരു ഡിവൈഡ് ഉണ്ട്, സുന്നി ഷിയ. അതിൽ ഷിയകളെ കയ്യിലെടുക്കാനും BJP ശ്രമിക്കുകയും അവർ നല്ല വിജയം നേടിയിട്ടുണ്ട്. ഇപ്പോൾ UP-ലൊക്കെ തന്നെ ഷിയ വോട്ടുകൾ ഒരുപാട് BJPക്ക് കിട്ടുന്നുണ്ട്. ഷിയയുടെ ഇടയ്ക്ക് അവർക്ക് ലോക്കൽ നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നോക്കുന്ന എന്താണ്, എപ്പോഴും ഈ രാഷ്ട്രീയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഈ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ എന്താണ്, അവരുടെ ഒറ്റ അജണ്ടയേ ഉള്ളൂ, ഹിന്ദുവിസത്തെ കാസ്റ്റ് വൈസ് ഡിവൈഡ് ചെയ്യുക. അവരിടയിൽ എപ്പോഴും കാസ്റ്റ് വൈസ് വ്യത്യസ്തരാണെന്നുള്ള ഒരു സാങ്കത്യം ഉണ്ടാക്കി വെക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. അവിടെ മുന്നോക്കം പിന്നാക്കം ഈ ഒരു ഡിവൈഡിലേക്ക് എപ്പോഴും ഇങ്ങനെ ഇത് നിൽക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്സ്. തിരിച്ച് BJP പയറ്റുന്ന അതേ പൊളിറ്റിക്സാണ് ഈ പറയുന്ന പസ്മന്ത മുസ്ലിംസും മുന്നോക്ക മുസ്ലിംസും എന്നുള്ള ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് പസ്മന്തകളെ കൂടുതൽ, നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നിലാണ്, മറ്റൊരു വലിയ ആളുകളാണ്, നിങ്ങളെ ഞങ്ങൾ നോക്കാമെന്നുള്ള രീതിയിലുള്ള.
ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മാത്രം കാര്യമല്ല, കേരളത്തിലെയോ ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ കക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവരെല്ലാം ഒന്നിച്ചു കഴിഞ്ഞാലുണ്ടല്ലേ ഇവന്മാർക്കൊരു സ്കോപ്പും ഇല്ല. ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ, ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണെന്ന്, ഒരാളും ഒന്നിപ്പിക്കാറില്ല. എല്ലാവരും ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്നുള്ള നേട്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിപ്പിക്കുന്ന ഒരു കക്ഷി ഇന്ത്യയിലൊന്നൊക്കെ കാണിച്ചു തരാം നമുക്ക്? ഇല്ല. ഒന്ന് ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച് ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നു, അവരെ പറയും നിങ്ങളുടെ കാര്യം വലിയ പ്രശ്നമാണ് അതാണെന്ന് പറഞ്ഞു അവർ വോട്ട് വാങ്ങിക്കുന്നു. ഇവര് എല്ലാം പോളറൈസേഷൻ അല്ലേ, ഒരിടത്ത് പോളറൈസ് ചെയ്യുമ്പോൾ മറ്റേതും പോളറൈസ്ഡ് ആണ്. കേന്ദ്രമന്ത്രി സഭയുടെ ലൈനപ്പിൽ മുസ്ലിം പ്രാതിനിധ്യമേ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളെല്ലാം കാസ്റ്റ് വൈസും അല്ലെങ്കിൽ റിലീജിയസ് വൈസും നോക്കുന്ന സമയത്ത് ഈ വാസ്മണ്ടയോട് ഇവർ കാണിക്കുന്ന അഭേദ്യമായ സ്നേഹം എന്ന് പറയുന്നത് അത് കൃത്യമായ വോട്ട് ബാങ്കിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ കേന്ദ്രമന്ത്രിസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു രീതി, അവരെടുത്ത ഒരു നയം, അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചേർത്ത് പറയുമോ? അപ്പോൾ ഒരു കാര്യം നോക്കുക, ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് കാസ്റ്റ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നൊരു സങ്കല്പമേ ഇല്ല. അത് പാർലമെന്റിലും ഇല്ല, നിയമസഭയിലും ഇല്ല, മന്ത്രിസഭകളിലും ഇല്ല. കാസ്റ്റ്ലെസ് ആണ് ഇന്ത്യൻ ഭരണഘടന. ഏതെങ്കിലും കമ്മ്യൂണിറ്റി വരണമെന്നില്ല. നമുക്കിവിടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റും ഇല്ല. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഇത്ര നമ്പർ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടാവണം എന്നുള്ള ഒരു സംഗതി നമ്മൾ ഭരണഘടനയാണല്ലോ ഉയർത്തിപ്പിടിക്കുന്നത്. ഭരണഘടന വരാനായിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെയാണ് ചർച്ചകളെല്ലാം കൊണ്ടുവന്നത്. ആ കമ്മ്യൂണിറ്റി ഇത്ര ശതമാനമുണ്ട്, അവർ എത്ര പേരുണ്ട്. ഇത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഇതാണ്. ഈ ചോദ്യം തന്നെ വരുന്ന കമ്മ്യൂണൽ പൊളിറ്റിക്സിൽ നിന്ന്. ഇപ്പം എന്തുകൊണ്ടാണ് BJPക്ക് മുസ്ലിം MP മാരില്ലാത്തത്? മുസ്ലിം MP മാരുണ്ടാവണമെങ്കിൽ മുസ്ലിങ്ങളെ അവർ കാൻഡിഡേറ്റ് ആക്കണം. എൻ്റെ അറിവിൽ അവർ ഒരാളെ മാത്രമാണ് കാൻഡിഡേറ്റ് ആക്കിയിട്ടുള്ളത്. അവിടെ മലപ്പുറത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ അവിടെ നിർത്തുകയുണ്ടായി. വേറെ എവിടെയെങ്കിലും മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോദിക്കും, ഈ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിരിക്കുന്ന കക്ഷികൾ എത്ര നിർത്തിയെന്നൊരു ചോദ്യം വരും. അത് നോക്കണമല്ലോ. അതും വളരെ പരിതാപകരമാണ്. 1947 മുതൽ 2024 വരെയുള്ള മുസ്ലിം പ്രാതിനിധ്യം ലോക്സഭയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4, 5, 6 പരമാവധി വന്നിട്ടുള്ള 9ആണ്. 9%. ബാക്കി ഒരു ബേസിക് ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5%. ഇപ്പോഴും 4.6% കൊണ്ടുണ്ട്. അത് ബേസിക്കലി 47 മുതൽ 24 വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ഒരുപാട് കക്ഷികൾ ഭരിച്ചിരുന്നു. പ്രിഡോമിനൻ്റ്ലി കൂടുതലും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ ആ ഒരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം BJPയുടെ മാത്രം കുറ്റമായിട്ട് അതിനെ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശരാശരി എടുത്ത് നോക്കുമ്പോൾ ഒരു 5-5.5% മൊത്തം MP മാരുടെ ആണ്. ഇപ്പോൾ 4.6 അതിങ്ങനെ ഏറിയും കുറഞ്ഞു 4 വന്നിട്ടുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് BJPക്ക് മുസ്ലിം MP മാരില്ലാത്തതെന്ന് വളരെ അതിൻ്റെ രസകരമാണ്. കാരണം ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല. BJPക്ക് എന്താ വോട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണലായിട്ട് വോട്ട് ചെയ്യാത്തതാണ്. പീപ്പിൾ കോൾ ഇറ്റ് പൊളിറ്റിക്സ്. അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നുമില്ല, അതിനകത്ത് കമ്മ്യൂണലിസം മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി അത് കമ്മ്യൂണലിസമാണ്. അപ്പോൾ കമ്മ്യൂണലിസം വെച്ച് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് അല്ലാത്ത പാർട്ടികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യും. അപ്പോൾ BJP നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. യു എക്സ്ക്ലൂഡ് BJP എക്സ്ക്ലൂഡ് യു. ദാറ്റ് ഈസ് ആൻ ഓട്ടോമാറ്റിക് ചോയ്സ്. നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയണോ, നിങ്ങൾ ഓടി രക്ഷപ്പെടൂ. നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതല്ല ശരി മറ്റേത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുസ്ലിം പൊളിറ്റിക്സിൻ്റെ ഓറിയൻറ്റേഷൻ തന്നെ തെറ്റാണ്. അവർക്ക് ഈ നമ്പർ ഓഫ് ഇപ്പോൾ UP തന്നെ നോക്കുക. UP ഒരു 4 കോടിയിലേറെ മുസ്ലിംസ് ഉണ്ട്. അവരുടെ നിയമസഭയിലെ റെപ്രസെൻറ്റേഷൻ അതനുസരിച്ചില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവർ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ, അവർ പയറ്റുന്ന പൊളിറ്റിക്സ് അനുസരിച്ച് അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല, അവർക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും കിട്ടുന്നില്ല. അപ്പോൾ അവരത് മാറ്റണം. അവർക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ്, നമ്പർ ഓഫ് MPs ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ചേഞ്ച് ദ പൊളിറ്റിക്സ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഓഡിയൻസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മർസിയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ എഴുതി ഒന്ന് എത്തിക്കുക. ആരെങ്കിലും ഒരാൾ കളക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അംബാനി കുടുംബത്തിലൊരു വലിയ വിവാഹം നടക്കാൻ പോകുന്നു. ഒരു വ്യക്തിയുടെ ചോയ്സ് ആണോ വിവാഹത്തിന് എത്ര രൂപ ചിലവാക്കണം എന്നുള്ളത്? അതിന് ആർഭാടത്തിൻ്റെ ഒരു തോതുണ്ടോ നമുക്ക്? ആർഭാടം എന്ന് എന്താണ് ഒരാൾ പറയുന്നത്? നമ്മളെപ്പോഴും ആർഭാടം എന്നുള്ളൊരു സംഗതി തന്നെ വരുന്നത്, ഒന്ന് ഈ സമൂഹത്തിൽ പലർക്കും പ്രധാനമായിട്ട് പാല് പലർക്കും കുടിക്കാൻ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ പാല് വെച്ച് അഭിഷേകം നടത്തുന്നു.
അതൊരു സാമൂഹ്യ അശ്ലീലമാണ് എന്ന് പറയും. പലർക്കും ആഹാരം കിട്ടാതിരിക്കുമ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അച്ഛൻ എന്നോട് പറയാറുണ്ട്, ഞങ്ങളോടെല്ലാം പറയുന്നത്, ആഹാരം കഴിക്കുന്നതൊക്കെ കൊള്ളാം, എത്ര വേണമെങ്കിലും ചോദിച്ചാൽ തരാം, പക്ഷെ ഒരു നണി പോലും അതിനകത്ത് ബാക്കി വെക്കാൻ പാടില്ല. ബാക്കി വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഒരിക്കൽ മാത്രമേ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ശരിക്കും ആഹാരം കഴിച്ചിട്ടില്ലേ ഈ എന്താണ് പറയുന്നത്, കഴിവുണ്ട, പ്ലേറ്റ് കഴിവുണ്ട എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ വെക്കുക. അപ്പം ഇതൊരു ആർഭാടമാണ്, ഒരു ധാരാളിത്തമാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന കാര്യമായാലും വണ്ടി വാങ്ങിക്കുന്ന കാര്യമായാലും ആഹാരം കഴിക്കുന്ന എല്ലാത്തിലും നമ്മളൊരു അമിത, ഈ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ആവശ്യത്തിനുള്ളതുകൊണ്ട് ഒരാൾക്കും അമിതമായിട്ട് കഴിക്കാനില്ല എന്ന് പറയുന്നു. അപ്പം അത് പുള്ളിയുടെ ഒരു തിയറിയാണ്. അപ്പം അതൊരു സോഷ്യൽ ഈവിളായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ് നമ്മൾ പൊതുവിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മറുവശത്ത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആർഭാടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും ജീവിതം നേരെ നയിക്കാൻ പറ്റില്ല, നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആവും, വലിയ പ്രശ്നമാണ്, പൈസ ഒരു പ്രശ്നമായിട്ട് വരും. അപ്പം നിങ്ങളുടെ വരവിന് അനുസരിച്ചല്ല നിങ്ങൾ ചെലവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം, ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ യു. ഇതിൻ്റെ മറുവശമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. അംബാനി വിവാഹം ആർഭാടത്തോടുകൂടി നടത്തുമ്പോൾ അതിനെ ആർഭാട വിവാഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒബ്സീനിറ്റി നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അങ്ങനെ അതിനെ വിളിക്കുന്നതിന് കാര്യമില്ല. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി നിലനിർത്തുന്നുണ്ട്, പുള്ളി തൊഴിൽ കൊടുക്കുന്നുണ്ട്, പുള്ളി വ്യവസായം ചെയ്യുന്നുണ്ട്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുള്ളി ഒരുപാട് ചാരിറ്റി വർക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വിവാഹം പുള്ളിയുടെ ഒരു ശേഷി അനുസരിച്ച് നടക്കുമ്പോൾ ആ വിവാഹത്തിന് ചെലവഴിക്കുന്ന ഓരോ തുക, ഓരോരോ അവസരം, ഓരോരുത്തർക്ക് അവസരമായിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ആ പുള്ളിക്ക് വേണമെങ്കിൽ 1 കോടി രൂപ കൊണ്ട് വിവാഹം നടത്താം, 1000 കോടി രൂപ കൊണ്ട് വിവാഹം നടത്താം. അപ്പോൾ ഈ 1000 കോടി രൂപ കൊണ്ട് വിവാഹം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ സമൂഹത്തിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പലർക്ക്, ചിലർക്ക് പാട്ടുകാർക്കായിരിക്കും, അംബാനിയുടെ വീട്ടിൽ പോയി പാടും, എല്ലാ സാധനം 50,000 രൂപ കിട്ടുന്നതിന് പകരം 5 ലക്ഷം രൂപ കിട്ടുന്നു. അത് ഓരോരുത്തർക്കും അങ്ങനെ കിട്ടുന്നു. അതുകൊണ്ട് അതൊരു സോഷ്യൽ ഈവിളാണെന്നോ ഒരു സോഷ്യൽ ഒബ്സീനിറ്റി ആണെന്നോ പറയാൻ കഴിയില്ല. പൈസ ഉള്ളവരങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു മാതൃകയാണെന്നും പറയാൻ പറ്റില്ല. മാതൃക, അതൊരു ധാർമ്മിക മൊറാലിറ്റി നോക്കുമ്പോഴാണ് വിഷയം. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചില ആൾക്കാർ കല്യാണത്തിന്റെ ചെലവെടുത്ത് അനാഥാലയത്തിൽ കൊടുക്കുന്നവരുണ്ട്. ഞാനത് ചോദിക്കാൻ, സോ കോൾഡ് ദാറ്റ് യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് ഈ ആർഭാടങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം. ആർഭാടം എന്നല്ല, ആഘോഷങ്ങൾ തന്നെ. യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവലൂസുണ്ടയാണ്, കടിച്ചാൽ പൊട്ടാൻ പാടില്ല എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുക. സ്വയം, ഞാൻ ഈ മതവിശ്വാസികൾ മാത്രം കണ്ടുള്ള സാധനം സ്വയം പീഡിപ്പിക്കുക. ഇപ്പോൾ കന്യാസ്ത്രീയായ ഒരാൾ ദാരിദ്ര്യവ്രതം എടുക്കണമെന്ന് പറഞ്ഞ പോലെ, യുക്തിവാദിയായി കഴിഞ്ഞാൽ നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കാൻ പാടില്ല, വിവാഹ ആഘോഷങ്ങൾ പാടില്ല, വിവാഹ വാർഷികം ആഘോഷിക്കാൻ പാടില്ല, കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല, വീട്ടിൽ ഉറക്കെ പാട്ട് വെക്കാൻ പാടില്ല. അപ്പം ഇത്തരത്തിലുള്ള ചില ആചാരങ്ങളും ഈ ഒരു വിഭാഗത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് യുക്തിവാദികളാണ് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഞാൻ യുക്തിവാദികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആർഭാടത്തിനൊരു നിർവചനം നമുക്ക് കൊടുക്കാൻ പറ്റും? ഒരാൾ അയാളുടെ ഉള്ള തുകയിൽ നിന്ന് എടുത്ത് ചെലവാക്കുന്നത് അമിതമായി ചെലവാക്കുന്നത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ? അതെ അതെ അതെ. അതായത് ഈ പൈസ ഇതെല്ലാം ഡീലിങ്സ് ആണ്, എക്സ്ചേഞ്ചസ് ആണ്. ഈ സമ്പത്ത്, നിങ്ങൾ ആർജിക്കുന്ന സമ്പത്ത് നിങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന രീതികളാണ്. നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 2 വണ്ടി വാങ്ങിക്കാം. ഉദാഹരണമായിട്ട് വളരെ ചെറിയ വണ്ടി വാങ്ങിക്കാം, AC ഇല്ലാത്ത വണ്ടിയൊക്കെ പണ്ടുണ്ടായിരുന്നു, AC ഇല്ലാത്ത വണ്ടി വാങ്ങിക്കാം, വലിയ ഒരു ലക്ഷറി കാർ വാങ്ങിക്കാം. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബേസിക്കലി ലക്ഷറി കാർ വരുമ്പോൾ നിങ്ങളുടെ സുരക്ഷിതത്വം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അതിനെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ എബിലിറ്റി, അത് വളരെ പ്രധാനമാണ്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ മൊറാലിറ്റി, ഞാൻ അതിനകത്തൊരു മൊറാലിറ്റി കൊണ്ടുവരുന്നതിനോട് എനിക്ക് വലിയ, ചില ആൾക്കാരൊക്കെ പറയും, ഞാനൊരു ഉദാഹരണം പറയാം, ജസ്റ്റ് ലൈക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ലളിത ജീവിതമാണ് നയിക്കുന്നത്. ഞാൻ വാച്ച് ഇടില്ല, ചെരുപ്പ് ഇടില്ല, വാച്ച് കിട്ടില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവരിതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. രാഷ്ട്രീയത്തിലൊക്കെ കണ്ട കുറേ നേതാക്കളെയൊക്കെ, വാച്ചിടാത്ത നേതാവ്, ചെരുപ്പിടാത്ത നേതാവ്, സൈക്കിളിൽ പോകുന്ന നേതാവ്. ആക്ച്വലി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മണ്ടയിൽ എന്തുണ്ട്, നിങ്ങളുടെ ഡീലിങ്സ് എങ്ങനെയാണ്, നിങ്ങൾ സഹജീവിയോടുള്ള നിലപാട് എന്താണ്, ഇതൊക്കെയാണ് പ്രധാനം. അല്ല നിങ്ങളീ കാണിച്ചിരിക്കുന്ന ഇത് നിങ്ങളുടെ ഒരു പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ അടുത്തിടെ ഒരു പരസ്യം കണ്ടു, ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ഇനി ഒരു ഇലക്ഷൻ ഒരു മാർക്സിസ്റ്റുകാരൻ ഇവിടെ ജയിക്കണമെങ്കിൽ അയാൾക്ക് രാധാകൃഷ്ണനായേ പറ്റൂ എന്ന്.
ഒരു 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 പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് കണ്ട് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇലക്ഷൻ ജയിക്കണമെങ്കിൽ രാധാകൃഷ്ണനായി, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതവും ആദർശ ജീവിതവും ഒക്കെ കാരണമാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ള ഇതാണ്. ആക്ച്വലി അങ്ങനെയല്ല. പുള്ളിയുടെ വ്യക്തിത്വത്തിനോ അല്ലെങ്കിൽ പുള്ളിയുടെ ആദർശത്തിനോ പുള്ളിയുടെ ഇതിനൊന്നും അല്ല ഇപ്പോൾ അംഗീകാരം കിട്ടിയതും. പുള്ളി അങ്ങനെ ജയിച്ചിട്ടുമില്ല. ആ ഒരു ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ മണ്ഡലം ചേലക്കര കഴിഞ്ഞ പ്രാവശ്യം ഈ 2021 അസംബ്ലി മണ്ഡലത്തിൽ 25,000 വോട്ട് അദ്ദേഹത്തിന് അവിടെ ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം തന്നെ ലോക്സഭയിലേക്ക് നിൽക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടെങ്കിലും പുള്ളി തന്നെ നിന്നിട്ട് 5,000 വോട്ടിൽ പരം വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ. പുള്ളി ഈ പറയുന്ന ലളിത ജീവിതവും ഈ പറയുന്ന ആദർശവും ഒക്കെ ആയിട്ട് നിന്നിട്ട് സ്വന്തം മണ്ഡലത്തിൽ തന്നെ കുറഞ്ഞു. പിന്നെ പുള്ളി എങ്ങനെ ജയിച്ചെന്ന് മാത്രമല്ല, ആ മണ്ഡലത്തിൽ മാത്രമല്ല, ആ ആലത്തൂരിൻ്റെ കീഴിൽ വരുന്ന മിക്കവാറും മണ്ഡലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് പിന്നോട്ടാണ്. പക്ഷേ പുള്ളി എതിർ സ്ഥാനാർത്ഥിയുടെ നെഗറ്റീവ്സ് വെച്ചാണ് ഇപ്പോൾ ജയിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് 14% വോട്ട് പോയി. ഈ 14% വോട്ട് അതിൽ 11% BJP സ്ഥാനാർത്ഥി പിടിച്ചു. 83,000 84,000 വോട്ടം കണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 89,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ BJP സ്ഥാനാർത്ഥി പിടിച്ചത്. ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത് 1,88,000 വോട്ട്. 1,00,000 വോട്ട് BJP പിടിച്ചിരിക്കുകയാണ്, അധികമായി പിടിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇദ്ദേഹം 20,000 വോട്ടിന് ജയിച്ചത്. BJP അവരെ സാധാരണയിൽ ഒരല്പം കൂടുതൽ മാത്രമാണ് പിടിച്ചിരുന്നെങ്കിൽ പുള്ളി 50,000 വോട്ടിന് അവിടെ തോക്കും. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ് ഈ ഇല്ലാത്തൊരു കാര്യത്തെ പൊലിപ്പിച്ചു. പുള്ളിയുടെ വ്യക്തിത്വവും പുള്ളിയുടെ ഇതും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്നത് ഇത്രയധികം വോട്ട് BJP പിടിച്ചു. അതിൻ്റെ കാരണം എന്നത് വേറെ ഒന്നും എനിക്കറിയില്ല. അറിയില്ല വെച്ചാൽ നമുക്ക് ഊഹിക്കാം. പക്ഷേ അത്രയും വോട്ട് പിടിച്ചില്ലെങ്കിൽ പുള്ളി 1,00,000 വോട്ടിന് പക്ക തോക്കും അവിടെ. പുള്ളിയുടെ മണ്ഡലത്തിലും പുള്ളിയുടെ മുൻ പെർഫോമൻസിലും എല്ലാം പുള്ളി പിന്നോട്ടാണ്. എന്നിട്ട് പറയാണ് അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം, അദ്ദേഹത്തിൻ്റെ ആദർശ ജീവിതം. അങ്ങനെയാണെങ്കിൽ പന്നിയൻ രവീന്ദ്രൻ ഭയങ്കര ആദർശവാനായിട്ടും അദ്ദേഹം ഏതാണ്ടൊക്കെ കെട്ടാത്ത ആളാണ്. അദ്ദേഹം പാർട്ടി ഓഫീസിലാണ് കിടക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്നോ ഏതാണ്ടൊക്കെ പറയാം. നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രൊജക്റ്റ് ചെയ്യാവുന്ന ഒരു വേർച്യു അല്ല, അതൊരു വാല്യൂ അല്ല. അതിലൂടെ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക്, ആ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ടുള്ള എബിലിറ്റി നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. അതിന് ആദ്യം വേണ്ട സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, അത് അവരുടെ ഇഷ്ടം. അവർക്ക് ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം, നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് പുള്ളിക്ക് കൊടുക്കുന്ന വോട്ട് എത്രയാണ്? പുള്ളി 3-ാം സ്ഥാനത്ത് പഴയ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് പോലും പിടിച്ചില്ല. അപ്പോൾ ദാറ്റ് മീൻസ് അത് ഈ ഒരു പ്രസ്താവന തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇനി ജയിക്കണമെങ്കിൽ ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞല്ല, അതിനൊന്നും ജനങ്ങൾ വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അത് പരിഗണിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ. ലളിതമായി നടക്കുന്നപ്പോൾ ഒരു ക്വാളിറ്റി ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ലളിതമായിട്ട് നടന്നാൽ നിങ്ങൾക്ക് കുറച്ച് എന്താണ് പറയുക, സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ലളിത ജീവിതം നല്ലതാണ്. ഒരു ഫിലിം സ്റ്റാറിനെ സംബന്ധിച്ചോളം ലളിത ജീവിതം അവർ പ്രാക്ടീസ് ചെയ്യുന്നു, അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, അവർ പൗഡർ ഇടുന്നില്ല, മേക്കപ്പ് ചെയ്യുന്നില്ല, ഒരുമാതിരി അലങ്കോലമായിട്ടൊക്കെ നിൽക്കുന്നു, അവരുടെ ചാൻസ് കുറയുന്നു. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഓരോരോ പ്രൊഫഷനും ആവശ്യപ്പെടുന്ന ലാളിത്യങ്ങളുണ്ട്, വേഷങ്ങളുണ്ട്, ജീവിത നിലവാരങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെ പിന്നെ നിങ്ങൾ നമുക്കൊരു ബാധ്യതയായിട്ട് വരും. സാർ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കും. ഒരു ചോദ്യം കൂടെ. കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളെ കുറിച്ചിട്ട് വാർത്താ ചാനൽ വിളിച്ചത് വിപ്ലവകരമായ മാറ്റം എന്നാണ്, വിപ്ലവാത്മക മാറ്റം എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ ഒരു പടപ്പ്, ഇതൊക്കെ മതിയാക്കാറായില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഇത് മതിയാക്കേണ്ടതാണ് വേണ്ടത്. കാരണം വെച്ചാൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഈ ജെൻഡർ ന്യൂട്രൽ ആക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ പോകുന്നത്? യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള വേഷങ്ങളെല്ലാം അണിയാനായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണല്ലോ ഭരണഘടനയും പറയുന്നത്. പക്ഷെ സ്ത്രീയും പുരുഷനും ഒരേ വേഷത്തിൽ ഒരു സ്ഥാപനത്തിൽ പ്രത്യക്ഷപ്പെടണം എന്ന് പറയുന്നത് അത് ബലപ്രയോഗമാണ് യഥാർത്ഥത്തിൽ. യൂണിഫോം, ഇപ്പോൾ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടപ്പോഴും ജെൻഡറായിട്ടുള്ള വെറൈറ്റി, സ്കേർട്ട്, പാൻസ്, അതേപോലുള്ള വ്യത്യാസം നമ്മൾ അനുവദിച്ചിരുന്നു. നിങ്ങളുടെ ജെൻഡർ പ്രകാശിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്? ജെൻഡർ ഒരു വിഷയമല്ല, അല്ല ജെൻഡർ ഡിഫറൻസസ് ഇല്ല എന്ന് പൗരനെ കൊണ്ട് പറയിപ്പിക്കാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്.
അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് 2 ജെൻഡറും എല്ലാം തോന്നുന്നു, എനിക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ട് തോന്നുന്നു, ഓക്കെ, ദാറ്റ്സ് അവൻ്റെ വിഷയമാണ്, അവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പറയുന്നോണം ഈ യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ നിങ്ങളവിടെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ അവകാശങ്ങളിലാണ് കയറി ഖനിക്കുന്നത്. പിന്നെ അത് യൂണിഫോമിൻ്റെ, അതുപോലെ ഈ ജെൻഡർ ന്യൂട്രൽ പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം പറയുന്നു. ഈ വെസ്റ്റേൺ വേൾഡിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് പലതും. ഈ ട്രാൻസ് വുമൺ, പുരുഷൻ സ്ത്രീയായിട്ട് വരുന്ന, അപ്പം പലയിടത്തും ജെൻഡർ ന്യൂട്രലും ഈ സ്ത്രീകളുടെ ഇടയിലുള്ള ടോയ്ലറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പലയിടത്തായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരുഷന്റെ ടോയ്ലറ്റും സ്ത്രീകളുടെ ടോയ്ലറ്റും. വ്യക്തിപരമായി എനിക്ക് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിനെ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ സ്ത്രീയുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പം ജെൻഡർ ന്യൂട്രൽ ആക്കുമ്പോൾ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റൊക്കെ കാണാമല്ലോ. ഇപ്പോൾ പുരുഷൻ യൂറിനേറ്റ് ചെയ്യുന്ന രീതിയും സ്ത്രീ യൂറിനേറ്റ് ചെയ്യുന്ന രീതിയും ബേസിക്കലി 2ആണ്, പോസ്റ്റേഴ്സ് 2ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രെയിനിലൊക്കെ കാണുമ്പോൾ അറിയാം, അത് ഇതേപോലെയുള്ള ടോയ്ലറ്റ് ആണെങ്കിൽ ഈ അതിൻ്റെ സീറ്റിൽ മുന്നേ സാധിച്ചിട്ട് പോയ ആളുടെ മൂത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പറ്റിയിരിക്കും. അതിനകത്താണ് മറ്റേ ആളിൽ നിന്ന് ഇരിക്കേണ്ടത്. ഈ ആദ്യം ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സിവിക് സെൻസ് ഇല്ല. ഈ സീറ്റ് മാറ്റി വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം അയാൾക്കില്ല. അത് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വരുന്നത് അവിടെ ഇരിക്കുന്ന ഒരാൾ, അതിപ്പോൾ ആണോ പെണ്ണോ ആയിക്കോട്ടെ, അയാൾക്ക് ഇത് തുടച്ചു മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ കയറി ഇരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഈ മൂത്രമൊക്കെ ഒരു മാലിന്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. നമ്മളെ മസ്തിഷ്കം അങ്ങനെയാണ് കാണുന്നത്. മൂത്രം കുടിക്കുന്നവരൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ആ ശീലങ്ങൾ കൊണ്ട് തന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഇൻ ദ ടോയ്ലറ്റ് എന്ന് പറയുന്നത് പലർക്കും അതൊരു വിഷയമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാണ് ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ജെൻഡറുകൾ ന്യൂട്രലാണ് ഏറ്റവും വലിയ പുരോഗമന രാഷ്ട്രീയം എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ജെൻഡറുകൾ ഉണ്ട്, ട്രാൻസ്ജെൻഡറുകൾ ഉണ്ട്, എല്ലാം അതിൻ്റെതായ വൈവിധ്യത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഒരു ചോദ്യം വന്നത്, ഇന്നലെ എസൻസ് കണക്റ്റിന്റെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വന്നൊരു കമന്റ് ആണ് ചോദിക്കുന്നത്, എസൻസിനെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ഇങ്ങനെ എല്ലാത്തിനും എതിർത്താൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകില്ലേ? അല്ല, ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഭൗതികമായ അഭിവൃദ്ധി, അല്ലെന്നുണ്ടെങ്കിൽ അധികാരപരമായ അഭിവൃദ്ധി. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ സീറ്റുകൾ, കൂടുതൽ രീതി. നമ്മളെന്തായാലും ഇലക്ഷൻ നിൽക്കുന്നില്ല, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ്, നമുക്ക് ഓഫീസ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്നൊരു ടാർഗറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആളിപ്പോൾ കൂടിയിട്ട് വലിയ ഒരു സന്തോഷം, ആൾ കൂടി. എന്നൊക്കെ എല്ലാവരും കളിയാക്കും, നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണോ എന്ന്. എല്ലാം തികഞ്ഞവരല്ല, തീർച്ചയായിട്ടും. അതായത് ഒരു ഏജൻസ് ഓഫ് ചേഞ്ച് ആകാനായിട്ടുള്ള ആഗ്രഹം എല്ലാ മനുഷ്യനുണ്ട്. സ്വന്തം വീട്ടിലായിരിക്കും ചിലപ്പം. എൻ്റെ വിശ്വാസികളായ സുഹൃത്ത് പറയുന്നത്, നമ്മൾ ഇതിനെല്ലാത്തിനും എതിർക്കുമ്പോൾ നിന്റെ സ്ഥായി ഭാവം പുച്ഛമാണ് മനുജ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്. അല്ല, ഈ ഡിസെന്റ് എന്ന് പറയുമ്പോൾ പുച്ഛമൊന്നും അർത്ഥമില്ല. പക്ഷെ പുച്ഛമാണ് നമുക്ക് എന്ന് വരുത്തി തീർത്താൽ അവരുടെ ജോലി എളുപ്പമായി. ഇപ്പം നമ്മളിപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ തൊട്ട് നമ്മൾ കാണുന്നത് ഭയങ്കര നിങ്ങളുടെ മുഖത്ത് സ്ഥായിയായ ഭാവം പുച്ഛമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്നോട് മാത്രമാണ് പറയുന്നതെന്ന്. പിന്നീട് എല്ലാവരും എന്ന് പറയുന്നത് ഇതാണ്, ഞങ്ങളോടും പറയുന്നത് ഇതാണ്. ഇപ്പം എല്ലാവരോടും സ്ഥായിയായ ഭാവം ഇത്രേ ഉള്ളൂ. ഈ മതം പറയുന്ന പൊട്ടത്തരത്തെ അംഗീകരിക്കുന്നില്ല. അതിങ്ങനെ ഓക്കെ ആണെങ്കിൽ പുച്ഛമില്ല, നല്ല നല്ല കുട്ടി. അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ പിന്നെ പുച്ഛമൊന്നുമില്ല. അപ്പം അതൊരു സ്റ്റോക്ക് എന്താണ് പറയുന്നത്, അബ്യൂസാണ്, സ്റ്റോക്ക് അബ്യൂസാണ്. സാർ, കോവിഡ് കാലമാണ് എന്നെ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതിന് സാറിൻ്റെ ഡിബേറ്റുകളും പ്രഭാഷണങ്ങളും വളരെയേറെ സഹായിച്ചു. പക്ഷേ എൻ്റെ വിശ്വാസികളായ സുഹൃത്തുക്കളെല്ലാം അധിക്ഷേപിക്കുന്നത് എങ്ങനെയെന്നാൽ, നാസ്തികരെല്ലാം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും സാർ? സുനിൽകുമാറാണ് ചോദിച്ചിരിക്കുന്നത്. പേര് എഴുതിയുകൊണ്ടാണ് വായിച്ചത് കേട്ടോ. ഇതിനെയൊക്കെ എന്തിനാണ് പ്രതിരോധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവൻ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് അതിനെ തള്ളാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ നമ്മളെ തന്തയ്ക്ക് വിളിക്കുക, നമ്മളെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുമോ? ഇല്ല. നമ്മൾ പറയും അത് ശരി, ഓക്കെ, ഞാനതേ വിളിക്കത്തില്ല, ഒരിക്കലും വിളിക്കത്തില്ല. നമ്മളെ പറയാം തന്തയെ വിളിച്ചാലും എന്നെ വിളിക്കരുതെന്ന് മാത്രമാണ് നമ്മളെ വിളിക്കുന്നതാണല്ലോ കൂടുതൽ. നമുക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് പിന്നെ ശാസ്ത്രീയമായിട്ട് ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയണം എന്താ പറയുക, പിന്നെ അമ്മയും കുട്ടിയുമായിട്ടുള്ള ലൈംഗിക ആകർഷണം, അതുപോലെ തന്നെ ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്, പിന്നെ അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള അണ്ടർപിന്നിങ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ
ഇവർക്ക് എന്തോ ഒരു മോറൽ സുപ്പീരിയറിറ്റി ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അവർ അമ്മയും പെങ്ങന്മാരും ഇല്ലാത്തവരാണ്, നമുക്കെല്ലാം ഉള്ളവരാണ്. പക്ഷേ ഇവർ ഉണ്ടാക്കിയ ഒരു കഥ പോലും അടിസ്ഥാനപരമായി അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത കഥയാണ്. ആദ്യം ചെന്ന് കയറുന്നത് തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ തോട്ട്സിലേക്കാണെന്നുള്ളതാണ്. അതെ അതെ, ഇൻസെസ്റ്റ് വഴിയാണ് എല്ലാ മതങ്ങളും മിക്കവാറും മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇതേ മതത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ ഇൻസെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു സുഖം സൗകര്യം എന്നല്ലാതെ വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, നിനക്ക് അമ്മയും പെങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള ഒരു സദാചാര മൂറിങ് മാത്രമാണത്. അടുത്ത ചോദ്യം, ഭാഗ്യം അത് ദൈവം തരുന്നതായി ആളുകൾ പറയുന്നു, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നു. ഞാൻ സാധാരണ ഇതിൽ ഭാഗ്യത്തെക്കുറിച്ച് കുറേയധികം ഉദാഹരണങ്ങൾ വഴി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളൊരു തോണിയിൽ പോകുന്നു, 10 പേരുണ്ട്, 9 ലൈഫ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ, തോണി മുങ്ങാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ നറുക്കെടുക്കുന്നു, ഒരാൾക്ക് കിട്ടാതിരിക്കുന്നു, ബാക്കി 9 പേർക്കും കിട്ടുന്നു. പക്ഷേ നിങ്ങൾ ഈ 10 പേരും ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും ഉള്ള മനുഷ്യരാണ്. ലോട്ടറി 10 അടിച്ചിട്ടുണ്ട്, അത് ജയിച്ചിട്ടുണ്ട്, ഇത് ജയിച്ചിട്ടുണ്ട്, നിങ്ങളങ്ങോട്ട് പോകുമ്പോൾ ഒരു മരം വീണു പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു, അങ്ങനെ എല്ലാ ഭാഗ്യങ്ങളും മാത്രമുള്ള 10 പേരാണ്. പക്ഷെ 9 ജാക്കറ്റേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു? ഒരാൾക്ക് കിട്ടിയില്ല, അയാൾ ഏറ്റവും നിർഭാഗ്യവനായി. ഇനി ഇതേ ടെസ്റ്റ് തന്നെ ഈ തോണിയിൽ 10 നിർഭാഗ്യവാന്മാർ, എല്ലാ നിർഭാഗ്യങ്ങളും മാത്രം, ജീവിതത്തിലെ മുഴുവൻ നിർഭാഗ്യങ്ങൾ മാത്രം ഇങ്ങനെ പോയി എരന്ന് വാങ്ങിക്കുന്ന 10 പേര്, അവർ പോകുന്നു. ഇതേപോലെ 9 ജാക്കറ്റേ ഉള്ളൂ. അവിടെയും ഇതിടുന്നു, ലോട്ടിടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ 9 പേര് ഭാഗ്യവാന്മാരായി മാറും, ഒരാൾ അതായിട്ട് തുടരും. ഇവിടെ എന്താ നമ്മൾ കാണുന്ന യഥാർത്ഥത്തിൽ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ, ഒരു ഫലം, ഒരു സാഹചര്യം, ഇതിനെ നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഭാഗ്യം എന്ന് വിലയിരുത്തുന്നു. ഇതെപ്പോഴും ഉണ്ടാവും. ഇത് ഏറ്റവും നിർഭാഗ്യവാന്മാരുടെ ഇടയിലുണ്ടാവും, ഭാഗ്യവാന്മാരുടെ ഇടയിലുണ്ടാവും, വിശ്വാസികളുടെ ഇടയിലുണ്ടാവും, അവിശ്വാസികളുടെ ഇടയിലുണ്ടാവും. ഇറ്റ്സ് എ ഫേവറബിൾ ഔട്ട്കം ഫോർ എ പേഴ്സൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അതാണ് ഭാഗ്യം. അപ്പോൾ ഭാഗ്യം എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ എന്തോ ഭഗവാൻ തരുന്നതാണെന്നോ ആരാണ്ട് തരുന്നതാണെന്നോ ഒക്കെ ചുമ്മാതൊരു അന്ധവിശ്വാസമാണ്. ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ഭാഗ്യം എന്നുള്ള വാക്ക് ഉച്ചരിക്കാം. ബിക്കോസ് ഇറ്റ്സ് എ ഫേവറബിൾ പ്രോബബിലിറ്റി ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എനിബഡീസ് കേസ്, വെദർ യു ആർ ആൻ ഏത്തിസ്റ്റ് ഓർ എ ബിലീവർ or whatever you may be, it will happen. പലരും പറയാറുണ്ട് ഞാനൊരു അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണെന്ന്. ശരിക്കും വിശ്വാസവും അന്ധം തന്നെയല്ലേ? അതെ അതെ, ദൈവവിശ്വാസിയാണെന്ന് പറയുമ്പോൾ പിന്നെ അന്ധവിശ്വാസിയാണെന്ന് പറയേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഇസ്രായേൽ ഒരു മതരാഷ്ട്രമല്ലേ, എന്നിട്ടും പല നിരീശ്വരവാദികളും ഈ രാജ്യത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇസ്രായേലിനെയോ പാലസ്തീനെയോ അനുകൂലിച്ചല്ല. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ സംസാരിക്കുന്ന ഇസ്രായേലിനെ അനുകൂലിച്ചോ റഷ്യ അനുകൂലിച്ചോ? അവർ ചെയ്ത ആ പ്രവൃത്തിയാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ മതരാഷ്ട്ര കോൺസെപ്റ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ അടുത്തിടെ ഈ മുസ്ലിങ്ങളുടെ ഏതോ ഒരു മോസ്കിൽ, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവിടുത്തെ ഈ മുക്രിമാർ പിന്നെ കുട്ടികൾ, അവിടെ വന്നിരിക്കുന്ന കുട്ടികളെ അവർ തന്നെ പഠിപ്പിച്ച് നശിപ്പിച്ച കുട്ടികളുടെയൊക്കെ രാവിലെ 1 മണിക്കൂർ ട്രാഫിക് റൂൾസ്, റോഡിൽ എങ്ങനെ പെരുമാറണം, ട്രാഫിക് റൂൾസ്, സിഗ്നൽസ്, ഇതൊക്കെ വെച്ച് അങ്ങനെ ഒരു ക്ലാസ് അവർ സംഘടിപ്പിക്കും. 1 മാസം നീളുന്ന ഒരു ക്ലാസ്സാണ്. അതിൻ്റെ ഒരു പരസ്യമൊക്കെ കൊടുത്തു. അപ്പോൾ ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതെടുത്ത് എൻ്റെ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റ് ചെയ്ത് സബാഷ്, സല്യൂട്ട് അടിച്ചു. അപ്പോൾ ഇവർ കുട്ടികളെ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പൊട്ടത്തരവും മറ്റേ അതും ഇതും എല്ലാം വെച്ച് അവരുടെ ചിന്താശേഷിയൊക്കെ അടിച്ച് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിലും ഈ ചെയ്യുന്നത് നല്ല പരിപാടിയല്ലേ? അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കണ്ടേ? അപ്പം അത് മതം ആണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് നല്ലൊരു കാര്യം നമ്മൾ തള്ളിക്കളയുന്നില്ല. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ നമ്മൾ പിന്തുണയ്ക്കുന്നു. ഇപ്പം ഇസ്രയേലും പാലസ്തീനും അല്ലെങ്കിൽ തുർക്കി എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ ശരിക്കും, അല്ലാതെ അവരുടെ ഭരണഘടനയോടോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനോടോ അല്ല അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ ഒന്നുമല്ല. തീർച്ചയായിട്ടും വ്യക്തിയാണ് ഏറ്റവും ചെറിയ ന്യൂനപക്ഷം എന്ന് പറയാറുണ്ടല്ലോ. ഇതൊരു അബ്സല്യൂട്ടായിട്ട് പറയുന്നതാണോ അതോ കോണ്ടെക്സ്ച്വൽ ആയിട്ട് പറയുന്നതാണോ? കോണ്ടെക്സ്ച്വൽ എന്ന് ഉദ്ദേശിച്ചത് മതം, രാഷ്ട്രീയമൊക്കെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയങ്ങളിലൊക്കെ, അല്ലാതെ അബ്സല്യൂട്ടായിട്ട് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നോ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ന്യൂനപക്ഷം എന്നോ പറയാനാകുമോ? വ്യക്തിയാണ് ഏറ്റവും ചെറിയ ന്യൂനപക്ഷം എന്നുള്ളത് ന്യൂമറിക്കലായിട്ട് കറക്റ്റായ കാര്യമാണ്. അത് ഒന്നാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ ഒന്നാണ്. ഒന്നിൽ താഴെയുള്ളതിനെ നമ്മൾ വ്യക്തിയായിട്ട് അംഗീകരിക്കുന്നില്ല. ഇനി ഇൻഡിവിജ്വൽ ഓഫ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥമാക്കുന്നത്? ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ഓൺലി ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നൊന്നും നമ്മളൊരു അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റോ
ഒരു ഡിക്റ്റം ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. വ്യക്തി പ്രധാനമാണ്. ആരും വ്യക്തിയെ ചവിട്ടിയരയ്ക്കുന്ന, അവൻ്റെ അവകാശാധികാരങ്ങളെയും വികാരങ്ങളെയും നിസാരവൽക്കരിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ക്രമങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവിടെയാണ് വ്യക്തിയെ വീണ്ടെടുക്കുക. വ്യക്തി എന്താണ് ഏറ്റവും വലിയ? ആൾക്കൂട്ടങ്ങളിൽ ലയിക്കുകയാണ് അവൻ. ആൾക്കൂട്ടങ്ങളിൽ അവൻ മുങ്ങിപ്പോവുകയാണ്. അവൻ ട്രൈബലൈസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ മനുജ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഏതെങ്കിലും നിങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഭാഷാ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഈവൻ രാജ്യം, അല്ലെ ഒരുപാട് ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും ഉണ്ട്. നിങ്ങളെ അതിലൊന്നായിട്ട് അങ്ങ് മാറ്റുകയാണ്. നിങ്ങളവിടെ ഇല്ല, അല്ലേ? ഏതോ ഒരു പെണ്ണ് എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ ഡീട്രൈബലൈസേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ് എസൻസിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് മാത്രമാണ് പ്രധാനം, വ്യക്തി അനുസരിച്ചെല്ലാം നടക്കണം, വ്യക്തിയാണ് അങ്ങനെ ഡിക്റ്റേറ്റർ ആവില്ലേ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. വ്യക്തിത്വം, വ്യക്തി, അവൻ്റെ അവകാശാധികാരങ്ങൾ, അവിടെയാണ് ഈക്വാലിറ്റി എന്നൊരു പ്രിൻസിപ്പിൾ വരുന്നത്. ഈ ഇൻഡിവിജ്വലൈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു നിലപാട് വരുന്നത് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു നിലപാട് ഉള്ളതുകൊണ്ടാണ്. ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായി? അല്ലെന്നുണ്ടെങ്കിൽ കളക്റ്റീവ് ആശയങ്ങളാണ് നമ്മളെ പിടിമുറുക്കിയിരിക്കുന്നത്. കമ്മ്യൂണിസം പോലെ, ഇസ്ലാം പോലെ. നോക്കൂ, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും, എല്ലാ അടിച്ചമർത്തപ്പെട്ടവരും, എല്ലാ തൊഴിലാളികളും, എല്ലാ മുതലാളിമാരും, എല്ലാ ഈഴവരും, എല്ലാ നായന്മാരും, ഇങ്ങനെ ഒരു സംഗതി. ഇതിനെതിരെയാണ് ഡീട്രൈബലൈസേഷൻ. ആ ഒരു പ്രോജക്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം കൂടെ വായിക്കുമ്പോൾ സാറിന് കുറച്ചും കൂടെ തറവായിട്ട് പറയാൻ പറ്റും. 2 പേർ വിവാഹിതരാകുന്നു. അതിലൊരാൾ വിശ്വാസിയും മറ്റേയാൾ അവിശ്വാസിയുമാണെന്നിരിക്കെ ദൈവമെന്ന അബദ്ധധാരണയിലേക്ക് എൻ്റെ മകൾ പോകാതിരിക്കാൻ അവിശ്വാസിയായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ദൈവമെന്ന അന്ധവിശ്വാസത്തിൽ നിന്ന് എൻ്റെ മകളെ അകറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു. അതവളുടെ അവകാശവുമാണ്. എന്നാൽ എൻ്റെ ഭാര്യ മകൾക്ക് ദൈവചിന്ത നൽകണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും മകളുടെയും ഭാര്യയുടെയും എൻ്റെയും തന്നെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും മകൾക്ക് തെറ്റായ അറിവുകൾ അഭ്യസിക്കാൻ ഇടയാകുകയും ചെയ്യുന്നു. എനി സൊല്യൂഷൻ സർ? ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ലൈക്ക് ഞാൻ എൻ്റെ ലാസ്റ്റ് പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ, നമുക്ക് ചുറ്റും നമുക്കിഷ്ടമില്ലാത്ത കാഴ്ചകൾ, കേൾവികൾ, വസ്തുതകൾ, വ്യക്തികൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളെപ്പോലെ തുല്യ അവകാശാധികാരങ്ങളുള്ള മനുഷ്യരാണ് അവരെന്നും അവരോട് കഴിയുന്നത്ര ഒത്തുപോകാൻ കഴിയുന്ന മേഖലകളിൽ ഒത്തുപോവുക, സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെറുക്കാതിരിക്കുക, പിന്നെ അവരിലുള്ള നമുക്കിഷ്ടമില്ലാത്ത വൈജാത്യങ്ങളെ ടോളറേറ്റ് ചെയ്യുക. ആ ടോളറൻസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ടോളറേറ്റ് ചെയ്യാൻ കഴിയുമോ അത്രയും എന്ന് എനിക്ക് പറയാൻ കഴിയും. ഓരോരുത്തരുടെയും ക്ഷമയുടെ നെല്ലിപ്പലകകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ സഹിക്കുക, അപരനെ സഹിക്കുക എന്ന് പറയുന്നത്, ഞാൻ പണ്ട് എവിടെയോ വായിച്ച ഒരു സാഹിത്യത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത് അവരനെ സഹിക്കുക എന്നുള്ളതാണ്. അതൊരു വിശുദ്ധമായ സഹനം എന്നൊക്കെയാണ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ചത്. ഞാൻ ആ വാക്കൊന്നും ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല. ബട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബൗദ്ധികമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യനെ സഹിക്കുക, അന്യൻ്റെ നേട്ടങ്ങളും വിജയങ്ങളും സഹിക്കുക. ഇതൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട്, അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു പ്രശ്നം നമ്മൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം വളരെ സുന്ദരമായിരിക്കും, നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ മകളുമായി സംസാരിക്കാം. ക്യാൻ ഹാവ് എ പ്രിറ്റി കൺസ്ട്രക്റ്റീവ് ഡയലോഗ് വിത്ത് യുവർ ഡോട്ടർ ഇഫ് പോസിബിൾ, ആൻഡ് ഓൾസോ യു ക്യാൻ ഹാവ് എ ഡയലോഗ് വിത്ത് യുവർ വൈഫ്. ബട്ട് അത് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സഹിക്കുക, അത് മാത്രമേ സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിട്ടുകൊടുക്കുന്നത്, ഈ മതകുടുംബത്തിൽ ഒരു അവിശ്വാസി രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് ബലിയാകേണ്ടി വരുന്നത് അവിശ്വാസി, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത്, പോട്ടെ എന്ന് വിചാരിക്കുന്നത്, എപ്പോഴും മതമാണ് എല്ലാ ഘട്ടത്തിലും ജയിച്ച് നിൽക്കുന്നത്. സാർ, ആദ്യം നമ്മൾ പറഞ്ഞു വരുന്നൊരു പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒരു സെറ്റിങ്സ് തന്നെ ഇതിനോടൊക്കെ, അതായത് മതത്തിനോടും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ ആചാരങ്ങളോടും അനുകൂലമായി നിലനിൽക്കുന്ന സെറ്റിംഗാണ്. സമൂഹം അങ്ങനെയാണ്. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു കുടുംബം ഒരു മതേതര കാഴ്ചപ്പാടിൽ വളരണമെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടി കുറച്ചുകൂടി സ്വതന്ത്രമായി നിൽക്കണമെങ്കിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ളൊരു പേരൻറ്റിങ്, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ എവിടെയും സംസാരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. എന്തെങ്കിലും ഒന്ന് പറയുന്നു? ഈ പേരൻറ്റിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മതം എന്ന് ആക്ച്വലി ഈസ് എൻ ഇൻട്രൊഡ്യൂസ്ഡ് തിങ്, അല്ലേ?
അത് നമ്മൾ കുട്ടിയോട് സ്വയം കുളിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്വയം പല കാര്യങ്ങളും ചെയ്യാൻ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ നമ്മളൊരിക്കലും പുകവലിക്കാൻ പഠിപ്പിക്കാറില്ല, മദ്യപിക്കാൻ പഠിപ്പിക്കാറില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കാറില്ല. അതുപോലെ തന്നെ മതവും നമ്മൾ കുട്ടിയിലേക്ക് പരിശീലിപ്പിക്കാൻ പാടില്ല. ഇതെല്ലാം മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാണ്. നിങ്ങളിത് കുട്ടിയെ മതം പഠിപ്പിക്കേണ്ട കാര്യമില്ല, പഠിപ്പിക്കാതിരുന്നാൽ മതി. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പലതും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പാരൻറ്റിങ്ങിൽ വരുന്നത്. ഞാൻ പറയുന്നത് there are two things. One is omissions and commissions. You are talking about commissions and I talk about omissions. ഇത് ചെയ്യേണ്ടതില്ല. Just don't do it. നമ്മുടെ ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് വാങ്ങിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് ആ സോഫ്റ്റ്വെയർ ഇല്ല. അപ്പം നിങ്ങൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇൻസ്റ്റാൾ ചെയ്താണ് അവനെ മോസ്കിലോ അമ്പലത്തിലോ ഒക്കെ കൊണ്ടിടുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാണ്, കുത്തിക്കയറ്റുകയാണ്. നിങ്ങൾ അവൻ്റെ മസ്തിഷ്കത്തെ വയലേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് എ റേപ്പ് ആക്ച്വലി. വെരി ഫ്രം ദ വെരി ബിഗിനിങ് യു കമ്മിറ്റ് ആൻ ഇൻ്റലക്ച്വൽ റേപ്പ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ അവൻ പിന്നെ അത് ഇമോഷണൽ ആയിട്ട് എടുക്കുന്നു. അവൻ പിന്നെ ആ മതത്തിന് വേണ്ടി കത്തിയായിട്ട് നടക്കുന്നു, മറ്റുള്ളവരെ അന്യരായിട്ട് കാണുന്നു. അവൻ ഞങ്ങൾ ഈ മതക്കാർ എന്നൊക്കെ പറയുന്ന ഒരു ബോധം വരുന്നു. ഇതൊക്കെ മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. അത് ഈ എസൻസോ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ വെച്ച് ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. ആ കുട്ടി അങ്ങനെ ആവുകയാണ്. പക്ഷേ ആ കുട്ടി നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിലും സമൂഹമായി ഇടപെടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാതെ വളരുന്ന കുട്ടികൾ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ, സമൂഹത്തിലേക്ക് ഇടപെടുമ്പം ഈ ഒരു ഇഷ്യൂ നിലനിൽക്കുമല്ലോ. അപ്പോഴും ഈ ഇൻസ്റ്റാളിങ് കൊണ്ട് എന്തെങ്കിലും നമ്മൾ അൺഇൻസ്റ്റാൾ അല്ല, ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക പ്രയോജനങ്ങൾ? അല്ല, ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ബയസ് ഇല്ലാതാവും. സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പലതാണല്ലോ കാണുന്നത്. ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മതമില്ല, പക്ഷെ നിങ്ങൾ 3-4 മതക്കാരെ കാണുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു വീക്ഷണകോണിലൂടെ നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണില്ല. യു ആർ നോട്ട് ബയസ്ഡ് ഫ്രം ഫ്രം ദ ബിഗിനിങ്. യു ക്യാൻ ബി എ ലെവൽ ഹെഡഡ് പേഴ്സൺ. നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങളും നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയാത്തത് നമ്മൾ ബയസ്ഡ് ആയതുകൊണ്ട്, നമ്മുടെ പ്രിജുഡീസസ് ആണ്. ഇപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റിന് ഒരിക്കലും ഇസ്ലാമിന് പുറത്ത് സത്യമോ അല്ലെങ്കിൽ നന്മയോ മഹത്വമോ ഒക്കെ കണ്ടെത്താൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഞങ്ങളിലുള്ളതാണ് എന്നൊക്കെ പറയും. അത് എല്ലാ മതക്കാർക്കും, അത് ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിറ്റി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. തങ്ങൾക്ക് പുറത്ത് നല്ലത് കണ്ടെത്താൻ അവന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു രസകരമായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഭരണഘടന നിർദ്ദേശിക്കുന്ന സാഹോദര്യം എസൻസിന്റെ അനുഭാവികൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് താങ്കളുടെ അഭിപ്രായം? സാഹോദര്യം എന്ന് വെച്ചാൽ വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക. ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മളൊരു ജനറ്റിക് പൂളിൻ്റെ മ്യൂട്ടേറ്റഡ് വെറൈറ്റീസ് റീച്ചിങ് ഡിഫറെൻറ്റ് പ്ലേസസ് ബിക്കോസ് ഓഫ് ദ ഐസ് ഏജ്. അത് വെറൈറ്റി ഏതൊരു പോപ്പുലേഷനുള്ള വെറൈറ്റി മാത്രമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. സോ വി ആർ കോപ്പീസ് ഓഫ് ദ സെയിം ജീൻ പൂൾ എന്നാണുള്ളതാണ് ഒരു ബോധം. അതാണ് ഏറ്റവും വലിയ സാഹോദര്യം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ വ്യതിരിക്തമാക്കുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങളൊന്നുമില്ല. ജനറ്റിക് സിമിലാരിറ്റി അതിൻ്റെ 99.99 ഒക്കെ ഉണ്ടാവും ഒരു പക്ഷേ. പിന്നെ ബാക്കിയുള്ള സിമിലാരിറ്റികൾ, ബാക്കിയുള്ള ഓർഗനൈസേഷണൽ സൊസൈറ്റൽ ആയിട്ടുള്ള റോൾസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഓർഗനൈസേഷണൽ ഓഫീസിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോസ് ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ താഴെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ ശമ്പളം അത്രയും ഉണ്ടാവില്ല. അതൊക്കെ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ രണ്ടും തുല്യരാണ്. നമുക്ക് ഈ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഷാപ്പിൽ പോയി അടിച്ച് വീലായി അടുത്തതിലോട്ട് പോകാം. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യണമെന്നല്ലേ പറഞ്ഞു. അത് ഇപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ വേൾഡിലൊക്കെ നോക്കൂ, മാനേജരും താഴെ ജോലി ചെയ്യുന്ന സെയിൽസ്മാനും ഒക്കെ ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. അവരെ സാർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാതെ ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ സാറെന്ന് വിളിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് ഈ അധ്യാപകരെ വിളിച്ചു. ഈ അടുത്തിടെ അമേരിക്കയിൽ ഞാനൊരു ഇവാഞ്ചലിസ്റ്റുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു. എന്താണ് അയാളുടെ പേര്, ഷിബു പീഡിക്കൽ. ആ പുള്ളി എന്നെ ഇതേ കണക്ക് എന്തൊക്കെ വന്ന് പറയാണ്, സാറ് എന്ന് വിളിച്ച് എന്നെ സംബോധന ചെയ്തു. എന്നിട്ട് പറയാണ്, ഞാൻ സാറെന്ന് വിളിച്ചത് സാറ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ സാറെന്ന് വിളിച്ചത്. ഞങ്ങളിവിടെ അമേരിക്കയിൽ ആരെയും സാറെന്നൊന്നും വിളിക്കത്തില്ല എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, 2 രീതിയിലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും പ്രശ്നമില്ലെന്ന്. അപ്പോൾ പുള്ളി 10-25 വർഷമായിട്ട് അമേരിക്കയിലാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സെർബ്രൽ ആയിട്ടുള്ള ഒരു റിയലൈസേഷനാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് വരും. അത് മേളിൽ ഇരിക്കുന്ന ആളും താഴെ ഇരിക്കുന്ന ആളും കുട്ടി
ഇപ്പം ഇതെല്ലാം ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ഏജിസം. ഇപ്പോൾ മനുജയ്ക്ക് എന്നേക്കാൾ പ്രായം കുറവാണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ കുറച്ചുകൂടെ ഓണം ഉണ്ടിട്ടുണ്ട്, കുറേ കൂടെ കണ്ടിട്ടുള്ളവനാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഒരു കുറഞ്ഞ വ്യക്തിയായിട്ട് ഞാൻ കാണുകയാണ്. അത്രയും ആയിട്ടില്ല, നീ ഇച്ചിരി മൂക്കാമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല എന്നല്ല. അതാണ് ഏജിസം. ഇനി സെക്സിസം എടുത്ത് നോക്കുക. വേറൊരു ജെൻഡർ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിവൺ ജെൻഡറിൽ നിന്ന് വ്യത്യസ്ത കുറവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബലഹീനത ഉള്ളതാണ് മറ്റൊരു ജെൻഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈക്വാലിറ്റി കിട്ടിയിട്ടില്ല. ഇനി സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാരനും വേറൊരു പാർട്ടിക്കാരനുമായിട്ടുള്ള വ്യത്യാസമായിക്കോട്ടെ, വിശ്വാസിയും അവിശ്വാസിയായിട്ടുള്ള ഒരു വ്യത്യാസമായിക്കോട്ടെ, നിങ്ങൾക്ക് ഈക്വാലിറ്റി ഇല്ലെങ്കിൽ അവനെ ബഹുമാനിക്കാനോ അവനെ ആദരിക്കാനോ അവനെ ഈക്വലായിട്ട് കാണാനോ പറ്റില്ല. നമ്മളതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഈ സംഘടന എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലാണ്. മുസ്ലിങ്ങളുമായിട്ടല്ല സംഘടന, ഹിന്ദുക്കളുമായിട്ടല്ല. നമ്മൾ സംഘടന നടത്തുന്നത് ഇസ്ലാമുമായിട്ടാണ്. അതൊരു ടോക്സിക് സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. നോട്ട് വിത്ത് മുസ്ലിംസ്. ഒരു മുസ്ലിമിന് നാളെ എക്സ് മുസ്ലിം ആകാം, അവന് നാളെ ഹിന്ദു ആകാം, അവന് നാളെ എയ്ത്തിസ്റ്റ് ആകാം. അവൻ പ്രധാനമാണ്, ആ മനുഷ്യൻ പ്രധാനമാണ്, അവൻ തുല്യനാണ്. പക്ഷെ അവൻ കൊണ്ടു നടക്കുന്ന അവൻ്റെ OS, ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ OS മാറ്റാം, വിൻഡോസ് 98 SP അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ മാറ്റിയും തിരിച്ചുവിടാം, കമ്പ്യൂട്ടറിലെല്ലാം ഓടും. അപ്പം നമ്മൾ പറയുന്ന വ്യക്തി പ്രധാനമാണ്, ഈ പറയുന്ന ആശയ സംഘടന മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം, ഞാൻ ഇപ്പോഴും കമ്മികളിൽ നിന്ന് കേൾക്കുന്ന ഒരു പരാതി, സംഖ്യച്ചാപ്പയില്ല, ഞാനൊരു ഇസ്ലാമിലെ മോശം കാര്യങ്ങളെ മാത്രം വിമർശിക്കുന്നു, എന്നാൽ എല്ലാ മതങ്ങളിലും മോശം കാര്യങ്ങളുണ്ട്, അവരും അസഹിഷ്ണുത കാണിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഒരു ബുദ്ധിസ്റ്റും ഇസ്ലാമിസ്റ്റും ഒരേ രീതിയിൽ അസഹിഷ്ണുത ഉള്ളവരാണോ? എന്താണ് അഭിപ്രായം രവിചന്ദ്രൻ സാർ? എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ഒന്നാണെങ്കിലും എല്ലാ പോപ്പുലേഷനിലും വൈജാത്യമുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ 100 പേര് ഇവിടെ ഇരിക്കുന്നു, അല്ല പോട്ടെ 200 പേര് ഇവിടെ ഇരിക്കുന്നു. ഈ 200 പേരുടെയൊക്കെ ഏതാണ്ട് മാനസിക ഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആണെങ്കിലും ഇതിൽ വയലൻസിനുള്ള പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളുകളും കുറഞ്ഞ ആളുകളും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ പൊക്കം കൂടുതൽ, വണ്ണം കൂടുതൽ, നിറം കൂടുതൽ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. മാനസികമായിട്ട് തന്നെ ചിലരെ കുറച്ചുകൂടെ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും. അതൊരു പോസിബിളാണ്. അപ്പം എല്ലാ പോപ്പുലേഷനിലും ഇപ്പോൾ തന്നെ ആനകളുടെ കാര്യം പറയും. ആനകളെല്ലാം ജനറ്റിക്കായിട്ടും ബിഹേവിയറലായിട്ടൊക്കെ ഒന്നാണെങ്കിലും അവിടെ എന്തോ പറയുന്നത് അറുകലയോ ഓരോ ആനയെ പറഞ്ഞാൽ അരിക്കൊമ്പൻ ഇസ് ഡിഫറെൻറ്റ് അല്ലേ? ആനകളെല്ലാം ഒരേപോലെ ആയിരിക്കും, അത് മേറ്റ് ചെയ്യുന്നതും ഈറ്റ് ചെയ്യുന്നതും എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഈ വെറൈറ്റി എന്ന് പറയുന്ന സംഗതി എല്ലാ പോപ്പുലേഷനും ഉണ്ട്. ഇനി മതങ്ങളുടെ കാര്യത്തിൽ നോക്കിയാലും അതുണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായ പൊട്ടത്തരമാണ്, ചീറ്റിംഗ് ആണ്, എല്ലാം ശരിയാണ്, കറക്റ്റാണ്, ട്രൈബലൈസേഷനാണ്. പിന്നെ ഈ ഓരോരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ സഹിഷ്ണുത, അതുപോലെ തന്നെ സമാധാനത്തോടുള്ള പ്രതിബദ്ധത, അക്രമാസക്തത, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മതങ്ങൾക്കിടയിൽ വ്യത്യാസം ഉണ്ട്. UNDU ഉണ്ട്, ഇല്ലെന്നാരാണ് പറയുന്നത്? ഉണ്ട്. അതൊരു ഗ്രേഡിൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു ജൈനൻ അവൻ്റെ മതം എന്താണ്? പലരും ഭയങ്കര കോടിക്കണക്കിന് രൂപ ശമ്പളമുള്ള ജോലിയൊക്കെ വിട്ടിട്ട് ജൈന നേതാവായ ഒരാളുടെ കഥ ഞാൻ വായിച്ചു. അയാൾക്ക് കോടിക്കണക്കിനാണ് അയാളുടെ ശമ്പളം, ഇന്ത്യൻ റുപ്പിയിൽ. അയാളെല്ലാം കളഞ്ഞിട്ട് അവിടുത്തെ ഏതോ എന്തിനേറെ പറയുന്നു, UP യിലെങ്ങാണ്ട് ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിലെ വലിയ സോഫ്റ്റ്വെയർ കമ്പനി ജോലിയായിരുന്നു, അത് കളഞ്ഞിട്ടൊന്ന് അവിടുത്തെ കാപ്പ് പഞ്ചായത്തിൻ്റെ മുഖ്യനായി. മനസ്സിലായില്ലേ? അവൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ കാപ്പ് പഞ്ചായത്തിൻ്റെ മുഖ്യനായിരിക്കും. അവൻ്റെ തന്ത മരിച്ചപ്പോൾ അവൻ്റെതായ ഇങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ ഡെല്യൂഷൻസ് ആണ്, പോട്ടെ. പക്ഷെ ബേസിക്കലി ഒരു ജൈനനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ്റെ വായിലോട്ട് എന്തെങ്കിലും പ്രാണികളൊക്കെ പോയി, മൈക്രോബ്സ് പോയി, അത് നശിക്കാതിരിക്കാനായിട്ട് അവൻ്റെ അഹിംസയാണ്. അത് അഹിംസ എന്ന് പറയുന്നൊരു സാധനം മുന്നോട്ട് വെക്കുന്ന ഒരാളും ഹിംസ, അന്യൻ്റെ പെരടിക്ക് വെട്ടണം, അവനെ പിന്തുടർന്ന് കൊല്ലണം എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫി വിശ്വസിക്കുന്നവരും തമ്മിൽ ഹിംസയുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ അവർ രണ്ടുപേരും നല്ല മതവിശ്വാസികളല്ല. കൂടുതൽ ആളുകൾ മതം വിടുമ്പോൾ, നമ്മൾ ജനാധിപത്യപരമായി മുന്നോട്ട് പോകുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ ഭരണം മതവിശ്വാസികളുടെ കയ്യിൽ കിട്ടിയാൽ, അദ്ദേഹം ബ്രാക്കറ്റിൽ ഇസ്ലാമിന് എന്ന് എഴുതിയിട്ടുണ്ട്, കിട്ടിയാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ആയതിനാൽ നമ്മൾ നിരീശ്വരവാദം മുൻപോട്ട് പോകുമ്പോൾ ചില മതങ്ങൾ ഡൊമിനേറ്റ് ചെയ്യും. ആയതിനാൽ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ മതം ആവശ്യമുണ്ടോ എന്നാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ,
അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഒരുപാടുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ എന്താണ് നിരീശ്വരവാദികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാൻ ബംഗ്ലാദേശ് നോക്കിയാൽ മതി. 25 മുതൽ 35 നിരീശ്വരവാദികൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. അമേരിക്കയിലൊക്കെ ഇരുന്ന നിരീശ്വരവാദിയെ വിളിച്ചു വരുത്തി വെട്ടിക്കൊന്നിട്ടുണ്ട്. ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ മതം വേണോ? അതായത് മതത്തിന് എവിടെയെങ്കിലും ഒരു സ്കോപ്പ് കൊടുക്കേണ്ടതുണ്ടോ, ആവശ്യമുണ്ടോ? ഇത് നമ്മളൊക്കെ പണ്ടേ ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അഴിമതി പോലെയുള്ള സാമൂഹിക അവസ്ഥകൾ, മാലിന്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്തതായിട്ട് കാണുന്നുണ്ടല്ലോ. പുകവലി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനൊക്കെ പകരം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമല്ലേ. ക്യാൻസർ പോയി, ഞാനിപ്പോൾ എങ്ങനെ ജീവിക്കും? പണ്ട് ഇത്രയും നാൾ ക്യാൻസർ ആയിരുന്നു, കീമോതെറാപ്പിയൊക്കെ ചെയ്ത് ഇങ്ങനെ സൂചിച്ചിരുന്നതാണ്, എനിക്ക് പകരം എന്തുണ്ടെന്ന് ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. മതം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രോഗത്തിൽ നിന്ന് മോചിതനായി അല്ലെങ്കിൽ മോചിതയായി. നിങ്ങൾക്ക് പകരം എന്താണ് വേണ്ടത്? കമോൺ, ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ, അത്രേ ഉള്ളൂ. സൂപ്പർ സർ. മതങ്ങളിൽ നിന്ന് മോചനം നേടിയ നമ്മൾ ഇനി എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? മനുഷ്യന്റെ വാർദ്ധക്യം ഇല്ലാതാക്കുക, നിത്യ യൗവനം അഥവാ മരണമില്ലായ്മ എന്നിവയിലൊക്കെ ശാസ്ത്രം കൂടുതൽ പുരോഗമിക്കുന്നു ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു, ഭാവിയിൽ പണമുള്ളവന് മരണമുണ്ടാകില്ലെങ്കിൽ പുതിയൊരു ലോക, കുടുംബ, സാംസ്കാരിക, സാമ്പത്തിക എക്സെട്രാ യുഗം പിറക്കില്ലേ? പോത്തിന്റെ ചെവിയിൽ വേദം ഊതുന്നത് ഒരു പരിധിയിൽ നിർത്തി ഭാവിയിലെ ഭാഗ്യ മനുഷ്യനാകാനല്ലേ നാം ശ്രമിക്കേണ്ടത്? സോഴ്സ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹോമോ ദിയൂസ്, ഹരാരിയുടെ കാണിക്കുന്നത്. മനുഷ്യൻ എന്താണ്, അവൻ്റെ ആയുസ് കൂട്ടുകയാണോ വേണ്ടത്? ആ ഒരു ചോദ്യമാണ്. ആയുസ് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ആയുസ് കൂട്ടാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുമായിരിക്കും. ഇതിനെല്ലാം സെൽ ബൈ ഡേറ്റ് ഉണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മൾ നശ്വരമായൊരു പ്രപഞ്ചമാണ് ചുറ്റും കാണുന്നത്. നമ്മൾ നശ്വരമാണ്. നമ്മൾ അനശ്വരത ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അതൊരു മതാത്മകമായിട്ടുള്ള ചിന്തയാണ്. അവരാണ് ചത്ത് കഴിഞ്ഞിട്ടും പിന്നെയും ജനിച്ചിട്ട് 50,000 വർഷം പിന്നെ കൂറി ഇങ്ങനെയൊക്കെയുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീലമാണ്, ചിന്താപരമായ അശ്ലീലമാണ്. നമ്മൾ നശ്വരമാണ്, നമ്മൾ പെരിഷബിളാണ്. അത് നമ്മൾ അംഗീകരിക്കുക. ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അതൊരിക്കലും അവസാനിക്കുമെന്നുള്ളതാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അത് അൺലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ സൗന്ദര്യം പോവുകയാണ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പോവുകയാണ്. ഇപ്പോൾ ഞാൻ സ്വർഗത്തിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാറുണ്ടല്ലോ. സ്വർഗത്ത് പോയി എന്താ ചെയ്യുക? നിങ്ങൾ രാവിലെ ദൈവത്തെ പുകഴ്ത്തുന്നു, അതിനുശേഷം ആഹാരം കഴിക്കുന്നു, പിന്നെ മറ്റ് പരിപാടികൾ ചെയ്യുന്നു, വൈകുന്നേരം ആവുന്നു, കിടന്നുറങ്ങുന്നു, നാളെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെ ചെയ്യുന്നു. ഒരാഴ്ച അങ്ങനെ ചെയ്യുന്നു, ഒരു മാസം അങ്ങനെ ചെയ്യുന്നു, ഒരു വർഷം അങ്ങനെ ചെയ്യുന്നു, 100 വർഷം അങ്ങനെ ചെയ്യുന്നു, 1000 വർഷം അങ്ങനെ ചെയ്യുന്നു, 10 ലക്ഷം വർഷം, 5 കോടി വർഷം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് തന്നെ ചെയ്യുന്നു. ഇതെന്തോ ഇത് സർ, ഈ ബ്രയാൻ ജോൺസൺ ഇല്ലേ, അമേരിക്കൻ ആൻട്രപ്രണർ, അദ്ദേഹത്തിന്റെ ഒരു ഡോണ്ട് ഡൈ എന്ന് പറഞ്ഞിട്ടൊരു മരിക്കേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിൽ അദ്ദേഹം കുറച്ച് കാര്യം ഈ പറഞ്ഞ പോലെ സെല്ലിനെ റിജുവനേറ്റ് ചെയ്യുക, ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക, മരിക്കാതിരിക്കുക. കാര്യം അദ്ദേഹം ബില്യണയറാണ്. ടൈറീഷ്യസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ. ടൈറീഷ്യസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറീഷ്യസ് ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് പുള്ളി ഒരു വരം വാങ്ങിക്കുന്നുണ്ട്, മരിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പം ഈ ടൈറീഷ്യസ് മരിക്കാതിരിക്കുന്നു, മരണം ഒരിക്കലും വരില്ല. പക്ഷേ ടൈറീഷ്യസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാഴ്ചശക്തി പോയി, കേൾവി പോയി, തൊലിയൊക്കെ ഇങ്ങനെ ഞാന്നിങ്ങനെ വന്നു, എല്ലാ ശേഷികളും പോയി, പക്ഷെ മരിക്കുന്നില്ല. പുള്ളിക്ക് ആ വരം കിട്ടി, മരിക്കുന്നില്ല. അപ്പോൾ ഒരു ഘട്ടമാകുമ്പോൾ കുറച്ച് കൊച്ചു കുട്ടികൾ ഓടി ആ മലയുടെ മേളിൽ കയറി ഈ ടൈറീഷ്യസിനെ കാണുന്നുണ്ട്. അപ്പം പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, ടൈറീഷ്യസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യമാണ് ക്രിട്ടിക്കൽ. അപ്പോൾ ടൈറീഷ്യസ് പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ഡൈ എന്നാണ്. പുള്ളിയുടെ കാര്യം ബാക്കിയെല്ലാം ഇടിഞ്ഞിറങ്ങുന്നത്, നിങ്ങൾ മരിക്കുന്നില്ല. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എനിക്ക് ഇത്രയേ ഉള്ളൂ, മരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. സാർ എപ്പോഴെങ്കിലും മരണത്തെ ചില ആളുകൾ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറയും, സ്വന്തം മരണമൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ആലോചനയോ കാര്യങ്ങളോ ഒരാൾ മരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിച്ചതാണ്. സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ മനുഷ്യനല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ എന്നാണ്. അത് നോർമലി എല്ലാവരും ചിന്തിക്കുന്നതാണ്. എങ്ങനെയായിരിക്കണം, നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ പഴയ ആയുസ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 100 വർഷം അല്ലെ പോട്ടെ ഒരു 70-75 വർഷം ജീവിക്കുകയാണെങ്കിൽ, രാവണപ്രഭുവിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്,
രോഗങ്ങളില്ലാത്ത ജീവിതം, വേദനയില്ലാത്ത മരണം. എനിക്കത് തരൂ ശംഭു മഹാദേവ എന്നൊരു പ്രാർത്ഥനയാണ് പുള്ളി പറയുന്നത്. അത് ഏറെക്കുറെ ചിരപുരാതന കാലം തൊട്ട് ഗുഹാമനുഷ്യൻ മുതൽ ചിന്തിച്ച ഒരു കാര്യമാണ്. അത് മതങ്ങളിലൂടെയും ഫിലോസഫിയിലൂടെയും തത്വശാസ്ത്രങ്ങളിലൂടെയും സാഹിത്യത്തിലൂടെയും എല്ലാം ഒഴുകി വന്നതാണ്. അതായത് രോഗങ്ങളില്ലാത്ത ജീവിതം, വേദനയില്ലാത്ത മരണം. ഇതിന് സയൻസിനാണ് നമ്മളെ ഏറ്റവും അധികം സഹായിക്കാൻ കഴിയുക. ഏറ്റവും കുറച്ച് രോഗം, നമ്മൾ രോഗങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ച് പേരിട്ട് ചികിത്സിച്ച് ഡോക്ടർമാർ, അത് വേറെ കാര്യം. പക്ഷേ ഏറ്റവും കുറഞ്ഞ്, ഇപ്പോൾ നിങ്ങൾക്ക് കുറേ രോഗങ്ങളുണ്ട്, എനിക്കും കുറേ രോഗങ്ങളുണ്ട്, ഇവിടെ ഇരിക്കുന്നവർക്കും രോഗങ്ങളുണ്ട്. പക്ഷേ നമ്മളാരും രോഗികളല്ല, രോഗികളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല, അല്ലേ? അപ്പം ഏറ്റവും കുറച്ച് രോഗങ്ങൾ, ഏറ്റവും മരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വേദന, ഈ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയായി എന്നാണ്. ഇതിനിടയ്ക്ക് കുറച്ച് നേരം അച്ചീവ് ചെയ്യാം, സംതൃപ്തി, പീസ് ഓഫ് മൈൻഡ്, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള ആളുമായിട്ട് സംസാരിക്കുക, ഇഷ്ടമുള്ളിടത്ത് പോവുക, ഇഷ്ടമുള്ളത് എഴുതുക, വായിക്കുക, ഫ്രീഡം, ഏറ്റവും കൂടുതൽ ഫ്രീഡം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കെയറബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫ്രീഡം സ്വന്തമാക്കുക. അതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ നിരന്തരമായി ജീവിക്കുക, അനശ്വരമാകുക എന്നൊക്കെ പറയുന്നത് ഒരു ബൗദ്ധികപരമായ ഒരു അശ്ലീലമാണ്. അങ്ങനെ ചിന്തിക്കരുത്. മതമില്ല, ഈശ്വരനില്ല എന്നൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ശാസ്ത്രത്തെ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്, ചർച്ചകൾ ഉണ്ടാവുന്നത്, അതിൽ പങ്കാളികളാവുന്നത് ചിന്താശേഷിയുള്ള ആളുകൾക്കിടയിലാണ്. വിഭിന്ന നിലവാരത്തിലുള്ള ചിന്താശേഷിയുള്ള ആളുകൾ ഏതൊരു സമൂഹത്തിലും ഉണ്ടാകുമല്ലോ. വിശ്വാസികളിൽ ചിന്താശേഷി കുറഞ്ഞ ആളുകൾക്ക് ഇതൊന്നും ആലോചിക്കാൻ കഴിയാത്തവരായതുകൊണ്ട് വിശ്വാസം അവർക്ക് സമാധാനം ലഭിക്കുന്നു എന്നാണല്ലോ. എങ്കിൽ മതമില്ലാത്ത മനസ്സമാധാനവും സന്തോഷവുമുള്ള ചില രാജ്യങ്ങളിൽ ഇപ്പറഞ്ഞ ചിന്താശേഷി കുറഞ്ഞ സാധാരണക്കാരായ ആളുകൾക്ക് സമാധാനം നൽകുന്നതും സന്തോഷം നൽകുന്നതും എന്തായിരിക്കും? എന്തിനെയാണ് അവർ ആശ്രയിക്കുക? ഈ ആശ്രയം അനിവാര്യമാണ് എന്നുള്ള ഒരു ചിന്തയിൽ ആ ചോദ്യത്തിലുണ്ട്. ആശ്രയം അനിവാര്യമല്ല. കാരണം നമ്മൾ ആക്ച്വലി നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉൾപ്പെടെ നമ്മുടെ മിക്ക കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ ഒരു സെൽഫ് ഗിൽറ്റായിട്ട്, ഇപ്പോൾ ശ്വാസോച്ഛ്വാസം തൊട്ട് ഹാർട്ട് ബീറ്റിങ്, സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, ഡയാലിസിസ് ഓഫ് ബ്ലഡ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അനിവാര്യമായ കാര്യങ്ങളാണ്, വളരെ അടിയന്തരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ നമ്മുടെ പുറത്ത് ചിന്താപരമായ ഓരോ കാര്യങ്ങളാണ്. അത് ബേസിക്കലി ആഹാരം, സെക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു 10-100 വർഷം ജീവിക്കും. അപ്പം ഇവിടെയെല്ലാം നമുക്ക് ആശ്രയം വേണം എന്നുള്ള ഒരു ബോധ്യം, ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് ഞാൻ എപ്പോഴും പറയുന്ന ആ കുഴിയിൽ വീണ് കിടക്കുന്ന ആനയുടെ കാര്യമാണ്. ഒരു വലിയൊരു കുഴിയിൽ ആന വീണ് കിടന്നു കഴിഞ്ഞാൽ ആന എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരുങ്ങും, ചവിട്ടിപ്പൊളിക്കും, അതിൻ്റെ എല്ലൊടിക്കും, ചിലപ്പോൾ അലറും. 2-3 ദിവസം കഴിഞ്ഞിട്ട് അതവിടെ 3-4 ദിവസം കഴിയുമ്പോൾ അനങ്ങാൻ വയ്യാതെ യാതം മുട്ടി അവിടെ നിന്ന് ചത്തുപോകും. ഒരു മനുഷ്യൻ വീണാൽ എന്ത് ചെയ്യും? ഇതേ കുഴി വീണ് കഴിഞ്ഞാൽ മനുഷ്യനും അലറി വിളിക്കും. പിന്നെ അവൻ പ്രാർത്ഥനയായിരിക്കും. അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, പടം വരയ്ക്കും, ഇത് വരയ്ക്കും. 2-3 ദിവസം കരയും പ്രാർത്ഥന. 4-5 ദിവസം ആകുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ തളർന്ന് വീഴും, അവിടെ പറ്റി അവനും തീരും. ആന ഇതൊന്നും ചെയ്യാതെ ആനയുടെ കാര്യം തീരും. ആന ആശ്രയമൊന്നുമില്ല, മൊത്തത്തിലുള്ള സാധനമേ ഉള്ളൂ. ഇതെല്ലാം ഒരേ റിസൾട്ടാണ്, വേറെ റിസൾട്ട് നിങ്ങൾക്ക് ഇല്ലല്ലോ. നിങ്ങളൊരു എക്സ് എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എടുത്തിരുന്നെങ്കിലും അതിൻ്റെ വില എന്താണ്? അത് ഫേക്ക് സാധനമാണ്. ഈ ആനയ്ക്കും പുലിക്കും ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ധരിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ബട്ട് ആക്ച്വലി ഇത് അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പം ആശ്രയം ആവശ്യമില്ല. അപ്പോൾ മതപരമായി ഏറ്റവും കൂടുതൽ കൂടിയ മതപരതയുള്ള അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാനിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള മനുഷ്യരുടെ സമാധാനത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്വസ്ഥതയോടെ ഒരു പള്ളി കയറി പോലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പാകിസ്ഥാനി. എപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ആരോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മാളിലെ ആളുകളെല്ലാം ഇറങ്ങി ഓടുന്ന ഒരു വീഡിയോ. അതെ. അപ്പോൾ അതാണ് പ്രശ്നം. ഈ സമാധാനം എവിടെ ഉണ്ടാകുന്നത്? എന്തായാലും ഇതൊക്കെ നമുക്ക് പലപ്പോഴും വിരോധാഭാസമാണ്. സമാധാന മതം, ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്, സമാധാന മതം. അപ്പൊ അതും ഒരു ഓക്സിമോറാണ്. ഓക്കെ സാർ, 4ാം മതം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എല്ലായ്പ്പോഴും കമ്മ്യൂണിസത്തെ വിമർശിക്കാറുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന 50% ആൾക്കാരുടെയും തുടക്കം ഒരു കമ്മ്യൂണിസത്തിൽ നിന്നായിരിക്കും. ഇടതുപക്ഷ ചിന്താഗതിയും സ്വതന്ത്ര ചിന്താഗതിയും ഒക്കെ ഇന്ന് സ്വീകരിക്കാൻ വഴിവെച്ച ആ പ്രത്യയശാസ്ത്രത്തിനെ ഇത്രമാത്രം പരിഹസിക്കുന്നത് എന്തിനാണ്? ആ നിലയിൽ ബി ജെ പിയെ താങ്കൾ വിമർശിക്കുന്നുമില്ല. ഇതൊരു ഇരട്ടത്താപ്പവും ആത്മവഞ്ചനയുമല്ലേ? താങ്കൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്, താങ്കൾ പണ്ട് SFIക്കാരനായിരുന്നു എന്നൊക്കെ. സതീശൻ എന്ന് പറഞ്ഞൊരു ആളാണ് ചോദിച്ചിട്ടുള്ളത്.
ഞാൻ പണ്ട് SFIക്കാരനായിരുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഒന്നത് കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർട്ടികൾ CPI CPM അതാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛനൊക്കെ ഒരു പാർട്ടിക്കാരനായിരുന്നു, ലോക്കൽ കമ്മിറ്റി, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ SFIക്കാരനായിട്ടില്ല, നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ഇതാക്കാതെ. അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യം ചോദിച്ച ആളോട് പറയാനുള്ളത്, നിങ്ങൾ ഞാൻ എന്തിനെ 450 എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇരിക്കുന്നവരിൽ 50% പേരും ഒരിക്കൽ അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ അവിടെ അല്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താ? അതേ കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ 450 എന്ന് വിളിക്കുന്നത്. അതിൽ കൂടുതലൊരു വിശദീകരണം ആവശ്യം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയും, കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിന്ന് എടുക്കുക. ദീർഘനാൾ മനസ്സിൽ തങ്ങി നിന്ന ഒരു ചോദ്യമാണ്. സൂര്യനാരായണൻ B ആണ് ചോദിച്ചിട്ടുള്ളത്. കഞ്ചാവ് ചെടി പ്രകൃതിയിൽ നിലനിൽക്കുന്ന ലഹരി നൽകുന്ന ചെടികൾ ഈ ഭൂമിയിലെ മറ്റൊരു ജീവിയായി മനുഷ്യനിൽ നിന്ന് ഗവൺമെന്റ് മാറ്റി നിർത്തുന്നത് ശരിയാണോ? അതിന്റെ ദൂഷ്യവശങ്ങൾ എന്തെല്ലാം എന്ന ബോധവൽക്കരണമല്ലേ ശരിക്കും ഉറപ്പാക്കേണ്ടത്? ഇതിനോടുള്ള പ്രതികരണം എന്ത്? യോജിക്കുന്നുവെങ്കിൽ എങ്ങനെ അതിന് മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരാമെന്നൂടെ. ഇതൊരു നിസ്സാര ചോദ്യമല്ല ഇത്. ഈ ചോദ്യത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതായത് മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ വാറ്റൽ, നീറ്റൽ, അങ്ങനെയൊക്കെയുള്ള എഫേർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് സാധനങ്ങൾ. അതൊരു ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭ്യമല്ല. പക്ഷേ എന്നിരുന്നാലും ഈ പല ചെടികളും പ്രകൃതിയിൽ പണ്ട് മനുഷ്യനുണ്ടായിരുന്നു. അതായത് ഈ വേദകാലത്തുണ്ടായിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം പോലും ഇന്നത്തെ മനുഷ്യർക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നോട് ചോദിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാര്യം, നമ്മുടെ ആദ്യമായിട്ടൊരു വീഡിയോ എടുത്ത് അവിടെ മിഷിഗൺ എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അപ്പോൾ അവരെന്നെ അവിടെ ഒരു നദിക്കരയിൽ കൊണ്ടു നിർത്തി ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ വീഡിയോ എടുത്ത ക്യാമറാമാൻ ഒരു യുക്രൈൻകാരനാണ്. പുള്ളി 85-ലങ്ങാണ്ട് അമേരിക്കയിൽ വന്നതാണ്. അപ്പോൾ പുള്ളി ഭയങ്കര തമാശയായിട്ടൊക്കെ സംസാരിക്കുന്നത്. പുള്ളിയുടെ ഒരു വീഡിയോ മറ്റേ ഡെട്രോയിറ്റിലെ പരിപാടിയിലെ വീഡിയോ ഉണ്ട്. പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വളരെ എനർജറ്റിക് ആണല്ലോ, വളരെ ഹാപ്പി ആണല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞു, മൊത്തം ഈ മറുവാന എന്ന് പറയുന്ന സാധനമാണ്, അത് മാത്രമാണ് ഞാൻ അടിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ അടിച്ചു, ഇന്ന് വൈകിട്ട് അടിച്ചു, വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചിന്തു മറുവാന ഈ കഞ്ചാവ് പോലെയൊക്കെയുള്ള ഒരു സാധനമാണ്, ഈ മറുവാനയാണ് ഫുൾ അടിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം ഇത് അടിക്കുന്നത്. ഇവിടെ ഇത് നിയമപരമാണ്, അപ്പുറത്തെ സ്റ്റേറ്റിലെ നിയമപരം ആയിട്ടില്ല. ഇവിടെ മറുവാന അടിക്കാത്ത, ഇവിടെ മിഷിഗണിൽ ഒരു റെഫറൻഡം നടത്തിയപ്പോൾ 65% ആളുകൾ ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തെന്ന്. അതിൽ ഇത് ഉപയോഗിക്കാത്തവരുണ്ട്. അവിടെയാണ് ഈ ലിബർട്ടി എന്ന് പറയുന്ന ഒരു ആശയം എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഈ അമേരിക്കൻസ് കാണുന്നതെന്ന് മനസ്സിലാക്കുക. ചിന്തിച്ചു നോക്കൂ. മറുവാന ഇഷ്ടമില്ലാത്തവർ, അതിനെ എതിർക്കുന്നവർ പോലും പറയുകയാണ് മറുവാന ഉപയോഗിക്കാനായിട്ട് മനുഷ്യന് പൗരന് അവകാശമുണ്ട്. മിഷിഗണിലെ വോട്ടെടുപ്പ് നോക്കൂ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കൂ. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ഈ സാധനം, ലഹരിയുടെ ഇത്തരത്തിലുള്ള ഉപയോഗം, പ്രത്യേകിച്ച് പെയിൻ കില്ലർ എന്ന നിലയിൽ മെഡിക്കൽ പർപ്പസിനുമൊക്കെ അനുവദിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ അവരെ കണക്ക് നമ്മൾ പോകണമെന്നല്ല. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയിൽ കിട്ടുന്നു എന്നുള്ളത് നാച്ചുറൽ ഫാലസി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. പ്രകൃതിയിൽ ഒരു സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് ഉപയോഗിക്കാം, അതാകാം എന്നില്ലല്ലോ. വിഷക്കായകളില്ലേ, അത് നമ്മൾ ഉപയോഗിക്കാം. ആ പ്രകൃതിയിൽ കിട്ടുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല? ഉപയോഗിക്കാൻ അനുവാദമുണ്ട്, നിങ്ങൾക്ക് ആത്മഹത്യാൻ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ പൊതുവിലൊരിത് ഇത് സദാചാരം എന്ന് പറയുമ്പോൾ നല്ല ആചാരം എന്നല്ലേ എൻ്റെ അർത്ഥം, ഗുണപ്രദമായ ആചാരം എന്നുള്ളതല്ലേ. വൃത്തി സദാചാരമല്ലേ. തുപ്പാതിരിക്കുക റോഡിൽ സദാചാരമല്ലേ. ആളുകളെ വഞ്ചിക്കാതിരിക്കുക, ചീറ്റ് ചെയ്യാതിരിക്കുക, സ്വയം പൊക്കിക്കൊണ്ട് നടക്കാതിരിക്കുക, ഇതൊക്കെ സദാചാരങ്ങളല്ലേ. അതാണ് സദാചാരം. സദാചാരങ്ങൾ ഒരു സിവിലൈസേഷൻ ആവശ്യമാണ്. നല്ല ശീലങ്ങൾ, നല്ല ആചാരങ്ങൾ, നല്ല അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. അത് ആ സമൂഹത്തെ പുഷ്ടിപ്പെടുത്തും, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി വർദ്ധിപ്പിക്കും, അതിൻ്റെ സിവിലൈസേഷണൽ ഗ്ലോറി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് സദാചാരങ്ങളെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യമില്ല. സദാചാരങ്ങൾ ആവശ്യമാണ്. ഈവൻ ഉദാഹരണമായിട്ട് സ്വതന്ത്ര ചിന്ത പോലും ഒരു സദാചാരമാണ്, നല്ല ആചാരമാണ് അല്ലേ. വയസ്സില്ലാതെ ചിന്തിക്കാനുള്ള ഒരു ആചാരം. പക്ഷെ ഇവിടെ എന്താ സദാചാരം എന്ന് പറയുന്നത്? ഇവിടെ സദാചാരം എന്ന് പറയുന്നത് ഓൺലി ലൈംഗികപരമായ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ആ കുശ്ബുവിൻ്റെ കഥ പറഞ്ഞോണം. കുശ്ബുവിൻ്റെയൊക്കെ ചോദിച്ചു പ്രീ മാരിറ്റൽ സെക്സ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അപ് ടു ദ ഇൻഡിവിജ്വൽ എന്നവർ മറുപടി പറഞ്ഞു. തമിഴ്നാട്ടിലെ സ്ത്രീകളെല്ലാം ചൂലും എടുത്തുകൊണ്ട് കുശ്ബുവിനെതിരെ ഇറങ്ങി. എന്നാൽ അമ്മ ജയലളിത 18,000 കോടി കട്ട്, 500 ചപ്പൽ, 500 സാരി, 800 ഇത്, ജയിലിൽ കിടന്നു.
ആ ജയലളിതയെ പുറത്തു വിടണമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ മുഴുവൻ സിനിമാ താരങ്ങളും ഉണ്ണാവൃതം. ചോദിക്കാൻ പറ്റുന്ന ഒരു സാറ് കൺക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഈ പലപ്പോഴും ഈ ജയലളിത ഖുശ്ബുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഈ സദാചാരത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നത് പുരുഷന്മാരെ കൂടുതൽ സ്ത്രീകളാണ്. കാര്യം സ്ത്രീ ഇങ്ങനെയായിരിക്കണം, സ്ത്രീ പുരുഷനെ വിധേയപ്പെട്ടിരിക്കണം, സ്ത്രീ അടുക്കളയിൽ ഈ രീതിയിലുള്ള ജെൻഡർ റോൾ കൃത്യമായി ചെയ്തിരിക്കണം. ഈ ചെറിയ കാര്യങ്ങൾ മുതൽ സ്വാതന്ത്ര്യത്തിലെ വിലക്ക് ഉണ്ടാകുന്നു, സമൂഹത്തിൽ ഇടപെടുന്നതിന് വിലക്കുണ്ടാകുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഇത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൊടുക്കുന്ന ഒരു മീഡിയേറ്ററായി നിൽക്കുന്ന ആളുകൾ തന്നെ സ്ത്രീകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു, ഞാൻ വാർത്തയിൽ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. അതായത് ആലപ്പുഴ ബീച്ചിൽ കമിതാക്കൾ വന്നിരിക്കുന്നു. സ്ത്രീകൾ എന്ത് ചെയ്യാണ്? ചൂലും കൊണ്ട് പോകണം, അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി, ആളുകൾ അടിച്ചോടിക്കാൻ വേണ്ടി. അതായത് ഈ സദാചാരത്തിൻ്റെ നല്ല രീതികൾ എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടി, അതായത് ഇരകൾ തന്നെ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ നടപ്പിൽ നടത്താനുള്ള രീതിയിലേക്കൂടെ വരുന്നു. ഇതിനോടൊരു കമൻറ്റ് പറയാൻ പറ്റും? ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഏറ്റവും കൂടുതൽ വരുന്നത് മുസ്ലിം സ്ത്രീകൾക്കാണ്. അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നിയമപരമായ ഒരുപാട് തുല്യ അവകാശങ്ങൾ വരിക. അപ്പോൾ അവർ ഒരുമാതിരി കോമൺ സെൻസുള്ള ആരും ചിന്തിച്ചറിയാം ഇത് നമുക്ക് ഗുണകരമാണ്. ഇനിയിപ്പോൾ ആര് കൊണ്ട് തന്നാലും അല്ലേ, ഇവിടെ പണ്ടാണ്ട് പറഞ്ഞോണം, പ്രണയലേഖനം പട്ടി കൊണ്ട് തന്നാലും നമ്മളത് വായിക്കും എന്ന് പറയുന്നത് പോലെ നല്ലൊരു കാര്യം ആര് തന്നാലും നല്ലതല്ലേ. അപ്പോൾ പക്ഷേ നോക്കൂ, ഇവിടുത്തെയുള്ള ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള റാലികൾ എൻ്റെ ബാനർ പിടിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ മുസ്ലിം സ്ത്രീകളായിരിക്കും. ഇത് സ്വന്തം ശവക്കല്ലറയെ കുറിച്ചുള്ള വലിയ സമ്മോഹനമായ സ്വപ്നങ്ങളാണ് മനുഷ്യർ കാണാൻ പ്രേരിപ്പിക്കുന്നത്. അതിന് അവരുടെ നാശമാണ്, അവർക്ക് പ്രതികൂലമാണ്. പക്ഷെ അവരെ കൊണ്ടാണിത് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡൊന്നും വേണ്ട, അതിൽ കുറഞ്ഞുള്ളത്. ചിന്താസ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമോ? ഒന്നത് മാത്രമല്ല, മതം ഉൾപ്പെടെയുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ, ഇവിടെ എല്ലാം നോക്കൂ, ഈ ഇരകളെ കൊണ്ട് തന്നെയായിരിക്കും അവരെല്ലാ അജണ്ടയും നടപ്പിലാക്കുന്നത്. അല്ലാതെ അതിൻ്റെ നേതാക്കന്മാർ അങ്ങനെ ആയിരിക്കില്ല. ഇരകളെ കൊണ്ട്, വിശ്വാസികളെ കൊണ്ട് തന്നെയായിരിക്കും അത് ചെയ്യുക. ഇപ്പോൾ കൈവെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കൊണ്ടാണ് വെട്ടിക്കുന്നത്? വിശ്വാസികളെ കൊണ്ടായിരിക്കും. അല്ലാതെ ബിഷപ്പോ മുക്രിയോ മുല്ലയോ ഒന്നും ഇറങ്ങിയായിരിക്കത്തില്ല വെട്ടുന്നത്. അത് നോർമലി അങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ കാരണം അവർക്ക് അതിൻ്റെ മേളിലുള്ള ഇവരൊരു ടൂളാണ്. ഈ ടൂളായതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഇവൻ്റെ റിമോട്ട് കൺട്രോൾ ഇവൻ്റെ കയ്യിലാണ്. ഇന്ത്യയിലെ ഈ കഞ്ചാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവസാനം അങ്ങനെയാണ് നിർത്തിയത്. അതിന് അത് നീ മുറിച്ചോള. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ, ഞാൻ പറയാം നാച്ചുറൽ ഫാലസി, ദാറ്റ്സ് ഇൻ ദ ലോങ് റൺ അതൊരു ഡിപ്പെൻഡൻസ് ആണ്. ഒന്ന് മനുഷ്യൻ്റെ ചിന്താ സ്വാതന്ത്ര്യത്തെ മാത്രമല്ല, ചിന്താശക്തിയെ. ഞാൻ പറയുന്നത് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ എന്താണ്, മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് മുറിവേൽപ്പിച്ചുകൊണ്ട്, നമ്മളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മസ്തിഷ്ക പ്രക്രിയയെ അട്ടിമറിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. നമ്മളുടെ മസ്തിഷ്കവുമായി ജീവിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ വളരെ കുറച്ചും മോശമായ കാര്യങ്ങളെ ഇത്തരം മദ്യം, മയക്കുമരുന്ന് ഇതിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം യു ആർ നോട്ട് നോർമൽ, യുവർ ബ്രെയിൻ ഒപ്റ്റിമം ലെവലിലല്ല. ഒന്നിൽ അത് ആൾട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും അനുഭൂതിയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും, പക്ഷേ സ്റ്റിൽ അത് ഒപ്റ്റിമം ലെവലിലല്ല. എല്ലാം ഒപ്റ്റിമം ലെവലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ ലോജിക്കലായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു പദാർത്ഥത്തോട് അത് പ്രകൃതിയിൽ കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിലും നിരന്തരമായിട്ടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ആശ്രയബോധം വരുന്നത് ആ വസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ ഒരു സ്വാധീനം ഉണ്ടാവും. അതില്ലാതെ പറ്റില്ല എന്ന് വരും. യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ഊന്നുവടിയുടെ ആവശ്യമില്ലാതെ ജീവിക്കേണ്ടുന്നവരാണ് എന്നുള്ളത് കൊണ്ട് എനിക്കതിനോട് യോജിപ്പില്ല. ഓക്കെ സർ. ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഗോത്ര മനസ്സുള്ള സമൂഹങ്ങൾക്ക് ജനാധിപത്യ അവകാശങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യം സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമല്ലേ? അതായത് ജനാധിപത്യ വ്യവസ്ഥ അനുവദിച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് അധികാരത്തിലെത്തുന്ന ജനാധിപത്യ വിരുദ്ധർ അധികാരത്തിലെത്തുന്ന നിമിഷം ജനാധിപത്യം റദ്ദു ചെയ്യില്ലേ? സ്വയം ജനാധിപത്യ വിരുദ്ധർ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമൂഹത്തിന് ജനാധിപത്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് അനുവദിക്കാതിരിക്കുന്നതല്ലേ സുരക്ഷിതത്വം? ഞാൻ ഈ അടുത്തിടെ ഒരു പ്രഭാഷണം ചെയ്തു. എൻ്റെ ഈ തേളുകളെ കുറിച്ച് പറഞ്ഞു. തേളുകൾ പ്രസവിക്കുന്നതോടുകൂടി, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതോട് തേളുകൾ മരിച്ചു പോകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തേളുകളെ തിന്നും എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും ശാസ്ത്രീയമായ സത്യമല്ല, പക്ഷേ അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനൊരു അന്ധവിശ്വാസം ആളുകളുടെ ഇടയിലുണ്ട്. ആ ഒരു അനാളജി കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ നാശത്തിൻ്റെ ജീനുകൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ജീനുകൾ, സെൽഫ് ഡിസ്ട്രക്ഷൻ്റെ ജീനുകൾ വളരെ കൂടുതലാണ്.
പ്രത്യേകിച്ച് ഈ മതം പോലെയുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ശാഠ്യ ഗ്രൂപ്പുകൾക്ക് ജനാധിപത്യത്തെ ഈസി ആയിട്ട് ഹൈജാക്ക് ചെയ്യാൻ പറ്റും. അത് നോക്കൂ, നമ്മളുടെ മത നേതാക്കളെല്ലാം വന്ന് മുട്ടിടിച്ച് വീഴുന്ന എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് യെസ്, മതമല്ല ജാതി. മതം, ജാതി അല്ലെങ്കിൽ ദൈവം. ഇപ്പോൾ പൊയ്കയിൽ അപ്പച്ചന് വേണ്ടി വേണേലും പ്രസംഗിക്കാൻ അവർ തയ്യാറാവും. കാരണം ഇറ്റ്സ് എ സെയിം തിങ് ആണ്. പൊയ്കയിൽ അപ്പച്ചനും അമൃതാനന്ദമയിയും ശിവനും അള്ളാഹു എല്ലാം ഒറ്റ സാധനമാണ്, ഒരേ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. അപ്പം ഈ ജനാധിപത്യത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഏറ്റവും എളുപ്പമാണ് അതിനെ ഹൈജാക്ക് ചെയ്യാൻ. ചർച്ചയിൽ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, മതം ഏറ്റവും കൂടുതൽ വളരാൻ നല്ല മണ്ണ് ജനാധിപത്യത്തിന്റെ മണ്ണായിരിക്കും. യെസ്, ഈ സിവിൽ വാല്യൂസ്, അതുപോലെ തന്നെ ലിബറൽ വാല്യൂസ്, റൈറ്റ്സ് ഒക്കെ അങ്ങോട്ട് വെക്കുമ്പോൾ മതം എന്ത് ചെയ്യും? നിങ്ങൾ തന്നല്ലോ, ഞങ്ങൾ മതസ്വാതന്ത്ര്യം, ഞങ്ങൾ റോഡ് തടയുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മതസ്വാതന്ത്ര്യം തന്നു, ഞങ്ങൾ റോഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. മതസ്വാതന്ത്ര്യം തന്നു, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു. മതസ്വാതന്ത്ര്യം തന്നു, ഞങ്ങൾ പബ്ലിക് പ്ലേസിൽ അത് ചെയ്യുന്നു. നിങ്ങളെന്താ അങ്ങനെ പറയാം? നിങ്ങൾ തന്നിട്ടല്ലേ? അല്ലെ പിന്നെ നിങ്ങൾ തരരുത്. നിങ്ങൾ തരുമോ എന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തരില്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഇതൊന്നും തരില്ലെന്ന്. ഞങ്ങളുടെ മാനിഫെസ്റ്റോക്കകത്ത് ഇതൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ഉദാരരല്ലല്ലോ, ഞങ്ങൾ പഴയ 6-ാം നൂറ്റാണ്ടുകാരല്ലേ, ഞങ്ങൾ ഇതൊന്നും തരത്തില്ല. പക്ഷെ നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് ഈ പണി കാണിക്കരുത് എന്നാണ് ഈ യൂറോപ്യനിലും അമേരിക്കയിലും ഒക്കെ മതം പറയുന്നത്. അല്ലേ? നിങ്ങൾ ഭയങ്കര ലിബറലാന്നല്ലേ പറഞ്ഞു, എന്നിട്ട് എന്തേ എന്നാ ചോദിക്കുന്നത്. ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പത്തെ സംബന്ധിച്ചുള്ള ശാസ്ത്രജ്ഞാനം പ്രചരിപ്പിച്ചാൽ അതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടുകയില്ലേ? ഈ സയൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മതതിമിരത്തിൽ നിന്ന് മനുഷ്യർ മോചിതരാകുമെന്നുള്ള ഒരു അന്ധവിശ്വാസം കൂടിയുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം സയൻസ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. അത് വാട്ട് ഈസ് എന്നുള്ളതാണ്. അതൊരു ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ പറയുക, കുറച്ച് താത്വികം, ഫിലോസഫിക്, അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള ചിന്തകളാണ് കൂടുതലും. അതിനെ ഈ സയൻസ് പഠിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ സയൻസ്, ഇന്ത്യയിൽ തന്നെ സയൻസ് പഠിച്ചവരെല്ലാം എവിടെ നിന്ന് നിൽക്കുന്നത്? അവരൊന്നീ തിരുപ്പതിയിൽ, അല്ലെ തേങ്ങാടി, അല്ലെ വേറെ സയൻസ് കോൺഗ്രസിലെ പ്രബന്ധങ്ങൾ. സയൻസ് പഠിപ്പിക്കുക, പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക, ഇതൊക്കെ സഹായകരമാണ്. പക്ഷെ നിങ്ങളീ പറയുന്ന മതത്തിൻ്റെ അല്ലെങ്കിൽ ഇടുങ്ങിയ കുടിസായ ചിന്തയുടെ നിന്ന് രക്ഷപ്പെടാനായിട്ടാണെങ്കിൽ അതൊരു ഗ്യാരണ്ടി ഒന്നുമല്ല, അതൊരു ഗ്യാരണ്ടിയേ അല്ല. പക്ഷെ അത് നല്ലതാണ്. മീൻസ് ഇറ്റ്സ് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനമാണ്. ഓക്കെ സാർ, ലിറ്റ്മസ് വരികയാണ്. 2024 ലിറ്റ്മസ് ഒക്ടോബർ 12 നടക്കുന്നു. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? എന്താണ് പറയാനുള്ളതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ലിറ്റ്മസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലിറ്റ്മസ് ഈ വർഷത്തെ എന്താണ് ലിറ്റ്മസിൻ്റെ ഒരു അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് തന്നെ ഇവിടെ പറയണ്ടായി, നിങ്ങൾ എന്തിനാ ഒരു ദിവസം പരിപാടി നടത്തുന്നത്, 6 ദിവസം പരിപാടി നടത്തും, 2-3 പരിപാടിയിൽ ഒതുക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ലിറ്റ്മസ്, അപ്പോൾ എന്തിനാ ലിറ്റ്മസ് എന്ന് ചോദിക്കും. ലിറ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫെസ്റ്റിവൽ മോഡിലാണ് നടക്കുന്നത്. കേരളത്തിൽ മതങ്ങളുടെ സമ്മേളനം നടക്കാറുണ്ട്, പാർട്ടികളുടെ സമ്മേളനം നടക്കാറുണ്ട്, ഓരോരോ ഗ്രൂപ്പുകളുടെ സമ്മേളനം നടക്കാറുണ്ട്. ഇത് നമ്മൾ നടത്തുന്ന ഒരു ശക്തി പ്രകടനം എന്ന നിലയിലല്ല, മറിച്ച് ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ. നമ്മൾ ഇവിടെ ഒരു തീരുമാനം ആരെടുക്കുമ്പോഴും അവിശ്വാസികളെക്കുറിച്ചോ മതനിഷേധികളെക്കുറിച്ചോ നിരീശ്വരവാദികളെക്കുറിച്ചോ ഒരു പരിഗണന കൊടുക്കാറില്ല. ഒരു ബില്ല് ഉണ്ടാക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുമ്പോഴോ, ഒരു കാര്യത്തിലും ഇങ്ങനെ ഒരു വിഭാഗം, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെന്നുള്ളൊരു പരിഗണന നമ്മൾ കാണാറില്ല. അപ്പോൾ കാരണം വെച്ചാൽ വിസിബിലിറ്റി ഇല്ല. ഇപ്പം മിക്കവാറും നിരീശ്വരവാദികളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ തന്നെ ഒരു പ്രസ്ഥാനമാണ്, അവരാരെയും അംഗീകരിക്കത്തില്ല, അവർ കൂട്ടം കൂടുന്നതിന് അനുകൂലമല്ല, അവർ ഐ സല്യൂട്ട്, നോ പ്രോബ്ലം. പക്ഷെ സ്റ്റിൽ അതുകൊണ്ട് അങ്ങനെ ആരും ഇല്ല. എൻ്റെയൊക്കെ തന്നെ പണ്ട് ഒരു ടീച്ചർ, ആൽഫ ടീച്ചർ, അവരുടെ പേര് എനിക്ക് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല, ഷീ സ്റ്റിൽ അലൈവ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചപ്പോൾ, രവി നിരീശ്വരവാദിയാണെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചു. എന്നാ ഞാൻ പറഞ്ഞു, റിയലി? ഞാൻ പറഞ്ഞു ശരിയാ, എന്താ? അല്ല, ഞാൻ ഇങ്ങനെ നിരീശ്വരവാദി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ജീവനോട് ഒരാളെ ഇപ്പോഴാണ് കാണുന്നത്. തമാശയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ വെരി ഗുഡ്, ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു. അപ്പം അവർ പറഞ്ഞത് തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും വിസിബിൾ അല്ല, ആരും അത് പുറത്ത് പറയാൻ തരില്ല. അയച്ചാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവുമല്ലോ അവർക്ക്. ഒരുപാട് എന്താണ് ഇതുകൊണ്ടുള്ള ഗെയിൻ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം ബീഡി വിൽക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ, ബീഡി വലിയന്മാർ അവിടെ ഉണ്ടെങ്കിൽ എല്ലാം ബീഡി വിറ്റുപോകും അല്ലേ?
നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ട് അവിടെ ചായ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആരും ചായ കുടിക്കത്തില്ലെങ്കിൽ ചായ നമ്മൾ ഒരു ദിവസം അവിടെ കച്ചവടം നടത്തും. ഇപ്പം നമ്മളുടെ ഒരു നാസ്തികത അല്ലെങ്കിൽ മതനിഷേധം, ഈ സാധനം നമ്മൾ പുറത്ത് പറയണമെങ്കിൽ തന്നെ അതിനൊരു ഒരു ഒരു സ്വീകാര്യത ഉണ്ടാവണം. ആ സ്വീകാര്യത ഉണ്ടാവണമെങ്കിൽ അങ്ങനെ അതിനോട് അനുകൂലിക്കുന്ന കുറച്ച് സാധനം ഉണ്ടാവണം. നമ്മളൊരു സിഗ്നൽ വിട്ട് കഴിഞ്ഞാൽ ക്ലിക്ക് അവിടെ എല്ലാം പിടിക്കുന്ന കുറേ സാധനം ഉണ്ടാവണം. പക്ഷെ അതിനൊരിക്കലും ഏത്തീസ്റ്റുകളോ അല്ലെ സ്വതന്ത്ര ചിന്തകരോ തയ്യാറാവില്ല. കാരണം എനിക്ക് മതം പൊട്ടത്തരാമെന്ന് മനസ്സിലായി, ഞാനത് മോചനായി, എനിക്കിപ്പോൾ ആരെയും പരിഷ്കരിക്കാനൊന്നും വലിയ അതാണ് ഒരു പൊതുവിൽ 99% ആളുകളുടെ ഒരു അതിന് ഞാൻ കുറ്റപ്പെടുന്നില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ബട്ട് സ്റ്റിൽ ഐ സേ ദാറ്റ് ഒരു വിസിബിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ, എത്തീസ്റ്റ് ആവണമെങ്കിൽ സ്വയം ചിന്തിച്ചേ പറ്റുള്ളൂ, അല്ല നിങ്ങളെ വേറെ ഒരാൾക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ഒരു കാര്യമാണ്, മൊത്തം ലിവർ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. പക്ഷേ ഇതൊരു ഒരു പ്രേരണ, ഒരു പോസിറ്റിവിറ്റി, ഒരു ആത്മവിശ്വാസം നൽകും ആ ഒരു വിസിബിലിറ്റി എന്നുള്ള ഫാക്ടർ. അത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് വർഷത്തിലൊരിക്കലേ ചെയ്യുന്നുള്ളൂ. ഒക്ടോബർ 12 കോഴിക്കോട് ട്രേഡ് സെൻറ്റർ, അത് അവിടുത്തെ ഏറ്റവും വലിയ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോളാണ്. അറൗണ്ട് 10,000 ആളുകൾക്ക് വരെ അവിടെ ഇരുന്ന് കാണാവുന്നതാണ്. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും വളരെ അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടും ക്ഷണിക്കുകയാണ്. എല്ലാവരും വരിക, വെൽക്കം. സാർ, അവസാനത്തെ ചോദ്യമാണ്. സാറ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എന്ന് തോന്നുന്നു. 1.5 പതിറ്റാണ്ടായി മതവിമർശനവുമായി രംഗത്തുണ്ട്. സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഒരുമാതിരിപ്പെട്ട ഒരുപാട് ആളുകൾ ചർച്ചകൾ നടത്തുന്നു, സംവാദങ്ങൾ നടത്തി, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ആർട്ടിക്കിളുകൾ എഴുതി, നിരവധി ബ്ലോഗുകൾ പ്രസിദ്ധീകരിച്ചു, ഒരുപാട് തെറി കേട്ടു. തീർച്ചയായിട്ടും വലിയ ലിഞ്ചിങ്ങുകൾ നേരിടുന്നു, ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. പക്ഷേ നിർത്തുന്നില്ല, ഇനിയും തുടരുമെന്ന് തന്നെ ആണ് സാർ പറയുന്നത്. പുസ്തകരചനയിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മതിയായില്ലേ സാർ? ഒരു കാര്യം ശരിയാണ്, നമ്മൾ നിരന്തരമായി റിപ്പീറ്റഡായി ഒരേ നേച്ചറുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ തുടരുന്ന സ്ഥാനം. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനൊരു പ്രശ്നം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ വൈവിധ്യങ്ങളും പുതുമകളും ആഗ്രഹിക്കും. നമ്മൾ നിർത്തിയിട്ട് വേറെ ഒന്നിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മടുപ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് കാരണം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഇപ്പോൾ യാത്ര, ഇപ്പോൾ പരിപാടികൾ പിടിക്കുന്ന കാര്യം ഞാൻ ഗിരീഷിനോട് പറയാറുണ്ട്, ഒന്നും കാരണം സ്വാഭാവികമായിട്ട് ഞാൻ സെയിം കാര്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മടുപ്പുണ്ടായിട്ടുണ്ട്. അത് ഭൗതികമായ മടുപ്പാണ്. പക്ഷേ മെൻ്റലി എനിക്ക് ആ ഒരു പാഷൻ, അതിനോടുള്ള ഒരു താല്പര്യം, ആ താല്പര്യം നശിച്ചിട്ടില്ല. അപ്പോൾ ആ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ കാര്യത്തിൽ ഭൗതികമായിട്ടുള്ള ആ ഒരു റെപ്പറ്റീഷ്യസ് എന്താ പറയുക, ഒരു ബോറിങ് തോന്നിയാലും മറ്റേതുള്ളിടത്തോളം കാലം നമ്മൾ നിലനിൽക്കും, അതിനുള്ള താല്പര്യം. പക്ഷേ എനിക്ക് അന്ന് ചെയ്തോണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. സ്റ്റിൽ മറ്റേത് പോയിട്ടില്ല. ഈ പറഞ്ഞോ ഫയർ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പാഷൻ. എന്താണ് അതിന് മലയാളം എന്താണ് പറയുക, ഒരു അത് തന്നെ അല്ല, പ്രണയം എന്നൊക്കെ പറയത്തില്ല, അത് പ്രണയം ചിലപ്പോൾ പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന ചില അർത്ഥത്തിലേക്ക് പോകുമ്പോഴും അവർ പറയും പ്രണയം മരിക്കുന്നില്ല, ഞങ്ങളിപ്പോഴും പ്രണയബദ്ധരാണ് എന്ന് പറയുന്നത് പോലെ, ടെലിപ്പതി ആ പോലെ സാധനം എന്നൊക്കെ പറയത്തില്ല. അതേപോലെ ആ ഒരു ഇതിങ്ങനെ പറയുക, റീസൺ, സയൻസൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ചം, ആ വീക്ഷണം മറ്റുള്ളവരെ കൂടെ അറിയിക്കുക, അവരെ കൂടെ അതിൻ്റെ പങ്കാളികളാക്കുക, ഈ മതം ഇതേപോലെയുള്ള കുടുസ് മുറികളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക, ഇതൊക്കെ ഭയങ്കര താല്പര്യവും ആഗ്രഹവും ഉണ്ട്. ആ രീതിയിൽ അത് ഒരിക്കലും പോകുന്നില്ല. അതൊരു പക്ഷേ മൊത്തം തീരുമ്പോഴേ പോവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേത് മതിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും കുറേ ആകുമ്പോൾ മടുക്കുമല്ലോ. ആ രീതിയിൽ ശരിയാണ്, മതിയാക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് നിർത്താം എന്ന് തോന്നുന്നില്ല സാർ? എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ? അവസാനമായി ഈ സ്റ്റേജ് അല്ല, ഞാൻ ഇത് നല്ല രീതിയിലാണ് നിർത്തുന്നത്. ഇത്രയും ആളുകളുമായിട്ട് നമുക്ക് നിർത്താൻ കഴിയും എന്നുള്ളത് വലിയ കാര്യം. യു ആസ് വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ഓൾസോ കൺഗ്രാറ്റുലേറ്റ് യു. ഞാനിവിടെ ഒരുപാട് പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മേരിയുടെ കേക്ക് മുതൽ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരിച്ചു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ഒരു വ്യത്യാസം പോലെ തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ദ സെയിം ഏരിയ. ഇവിടെ വേണുവുമായിട്ടുള്ള സംവാദം ഇവിടെ വെച്ചായിരുന്നു. എനിക്കൊന്ന് ഞാൻ ഒരു അപ്പുറത്ത് വെച്ചായിരുന്നു. ഓക്കെ, സോറി. അല്ല, ഇതല്ലായിരുന്നു, ഈ ഹോള് തന്നെ.
സാഹിത്യ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. തൃശ്ശൂർ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു സമൃദ്ധമായ ഓഡിയൻസ്, എസൻസ് ഗ്ലോബൽ തൃശ്ശൂർ, യു ഹാവ് ആക്ച്വലി ഡൺ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ജോബ്. അപ്പോൾ എനിക്ക് അവസരം തന്നതിലും എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.